ഹായ് ഡിയർ സ്റ്റുഡൻസ്, UGC നെറ്റ് JRF കൊമേഴ്സ് ആസ്പിറൻസിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മളൊരു സ്പെഷ്യൽ റിവിഷൻ പാക്കേജ് പ്രൊവൈഡ് ചെയ്യുകയാണ്. മുൻപ് നടന്ന ഒഫീഷ്യൽ പെയ്ഡ് ബാച്ചിന്റെ കുറച്ച് ക്ലാസ്സസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ഓൾറെഡി 2 ക്ലാസ്സസ് ഇന്റർനാഷണൽ ബിസിനസിന്റെ അപ്ലോഡ് ചെയ്തിരുന്നു. അത് ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോ ക്ലാസ് ആണ്. അത് കാണുക. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ ക്ലാസ് കാണുക. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ് മാനേജ്മെന്റ് ആണ്. ബിസിനസ് മാനേജ്മെന്റ് വീഡിയോ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യാം. ബിസിനസ് മാനേജ്മെന്റ് 3 വീഡിയോ ക്ലാസ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ബിസിനസ് മാനേജ്മെന്റിന്റെ പാർട്ട് 1 വീഡിയോ ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഫോക്കസ് ചെയ്യുന്നത്. 2-3 വർഷം മുമ്പ് എടുത്ത വീഡിയോ ക്ലാസ് ആണ് അധികവും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുശേഷം സിലബസ് ഒന്നും തന്നെ മാറിയിട്ടില്ല. സോ നിങ്ങൾക്ക് ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, 2019 ശേഷം നെറ്റിന്റെ സിലബസ് ഒന്നും മാറിയിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഇത് ഒഫീഷ്യൽ ബാച്ചിന് നേരത്തെ കൊടുത്ത ക്ലാസ് തന്നെയാണ്, സെയിം ക്ലാസ്സസ് തന്നെയാണ്. കുറച്ച് ക്ലാസ്സസ് മാത്രമാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. കുറച്ച് ക്ലാസ്സസ് മാത്രം നിങ്ങൾക്ക് കുറച്ച് സ്റ്റുഡൻസിന്റെ റിക്വസ്റ്റ് പ്രകാരം മാത്രമാണ് ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുക്കാൻ തീരുമാനിച്ചത്. കുറച്ച് ക്ലാസ്സസ് മാത്രം. ഓക്കെ, സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്ലാസ്സസ് മാത്രം. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. മോർ ദാൻ 1 അവർ കൂടുതലുള്ള ക്ലാസ്സുകളാണ് അധികവും നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ സിലബസ് ഏരിയ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ബിസിനസ് മാനേജ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ തിയറി സബ്ജക്ട്. പ്യൂർലി ബേസ്ഡ് ഓൺ തിയറി സബ്ജക്ട് ആണ്. അതായത് കംപ്ലീറ്റ്ലി തിയറി പേപ്പർ ആയിട്ടുള്ള ഒരു പേപ്പറാണ് ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ യു ക്യാൻ മേക്ക് ദ സ്റ്റഡി ബേസ്ഡ് ഓൺ യുവർ കൺസെപ്റ്റ് ബേസ്ഡ് സ്റ്റഡി. അതായത് ഒരു കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് ഇവിടെ ആവശ്യം. അതായത് കാണാതെ പഠിക്കലല്ല, ബൈ ഹാർട്ട് പഠിക്കലല്ല, ജസ്റ്റ് കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് ഇവിടെ ആവശ്യം. സോ വി ആർ മേക്കിംഗ് ദ ബേസ് റൂട്ട്. നമ്മളൊരു ബേസ് റൂട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ വളരെ സ്റ്റഡി ആയിട്ട്, സ്റ്റേബിൾ ആയിട്ട് ഒരു സിസ്റ്റമാറ്റിക് വേയിലൂടെയാണ് നമ്മളിത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇൻ ദ റീസെന്റ് പാറ്റേൺ സോ മച്ച് ഓഫ് കൺസെപ്റ്റ്സ് ആർ കമ്മിങ് ഗൈസ്. അതായത് പുതിയ പാറ്റേൺ അനുസരിച്ച്, അതായത് NTA പുതിയ പാറ്റേൺ അനുസരിച്ച് സോ മച്ച് ഓഫ് കൺസെപ്റ്റ്, ഒരുപാട് കൺസെപ്റ്റ്സ് എക്സാംസിന് ചോദിക്കാറുണ്ട്, ഒരുപാട് കൺസെപ്റ്റ്സ് ചോദിക്കാറുണ്ട്. ദെൻ ട്രൈ ടു ഡു ദ ഹാർഡ് വർക്ക്. നിങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ദെൻ ടൈം ടേബിൾ മേക്കിംഗ്. എങ്ങനെ ഒരു ബിസിനസ് മാനേജ്മെന്റ് സബ്ജക്റ്റ് ടൈം ടേബിൾ ഉണ്ടാക്കാം. ബിസിനസ് മാനേജ്മെന്റ് നിങ്ങൾക്കറിയാം, നമ്മൾ +1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണിത്. +1 നമ്മൾ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയും. ഓക്കെ, +1 ബിസിനസ് സ്റ്റഡീസ് ആണ് സബ്ജക്റ്റിന്റെ പേര് അല്ലേ, ബിസിനസ് സ്റ്റഡീസ്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം BCom HRM ആയി, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റ് ആയി. അത് MCom എത്തുമ്പോൾ ഭൂരിഭാഗം പേരും ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് കേട്ടിട്ടുണ്ടാവും, ഓർഗനൈസേഷൻ OB. അങ്ങനെ പല പല ഏരിയാസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ് സ്റ്റഡി സബ്ജക്റ്റ് ഇങ്ങനെ ബിസിനസ് മാനേജ്മെന്റ് ആയി, അങ്ങനെ ഇൻക്ലൂഡിങ് HRM ആയി, അങ്ങനെ കടന്നു വരുന്നത്. അപ്പം അതിന്റെ ബേസ് റൂട്ട് മുതൽ നമ്മുടെ നെറ്റ് എക്സാമിൽ സാധാരണഗതിയിൽ ചോദ്യം ചോദിക്കാറുള്ളത് +1 +2 ബുക്സിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, +1 +2 ബുക്സിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. BCom ബുക്സിൽ നിന്ന് ഏകദേശം 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. MCom ബുക്സിലും 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ഔട്ട് ഓഫ് സിലബസിന് പുറത്തേക്ക് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെയാണ് സാധാരണഗതിയിൽ നെറ്റ് എക്സാമിന്റെ പാറ്റേണിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അതായത് +1 ബുക്സ് മുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ദെൻ എങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. റിഫർ ഓർഗനൈസേഷണൽ ബിഹേവിയർ ടെക്സ്റ്റ് ബുക്ക്. MCom ഓർഗനൈസേഷണൽ ബിഹേവിയറിന്റെ ടെക്സ്റ്റ് ബുക്ക് വാച്ച് ചെയ്യണം. അത് നിങ്ങൾ നോക്കി പഠിക്കണം. അതായത് സ്വന്തമായിട്ട് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം റെഫർ ചെയ്താൽ മതി. അതായത് ഇത് നമ്മൾ 3 ക്ലാസ്സിനുള്ളിലാണ് ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുക. അതായത് HRM, ബിസിനസ് മാനേജ്മെന്റ് ഇൻക്ലൂഡിങ് HRM 3 ക്ലാസ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ ഈ ബുക്സ് റെഫർ ചെയ്യണം. ഓർഗനൈസേഷണൽ ബിഹേവിയർ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യണം. HRM ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യണം. ദെൻ ടൈമിംഗ് പാറ്റേൺ എങ്ങനെ പഠിക്കുക എന്നുള്ളത്, ഇതിന്റെ ഒരു ആസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റഡി ആസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ടു റിപ്പീറ്റ് ദ ആസ്പെക്ട്. കൂടുതൽ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും ഒരിക്കൽ പഠിച്ച, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ പഠിച്ചൊരു കാര്യമാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഐ ജസ്റ്റ് ടെൽ, ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ബേസ് പറഞ്ഞിരുന്നത്. മോർണിംഗ് പഠിച്ച കാര്യങ്ങളായിരിക്കും. ഓക്കെ, ജസ്റ്റ് നമ്മൾ രാവിലെ പഠിച്ച കാര്യങ്ങളായിരിക്കും. ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ഈവനിങ് ആകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ജസ്റ്റ് റിവൈസ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് ചെയ്യുന്ന ഒരു ഘടകമാണ്. ദെൻ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു 3-4 ദിവസം അടുപ്പിച്ച് റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവും, ജസ്റ്റ് നോട്ട് ദ ബൈ ഹാർട്ട് അല്ല നമ്മളിവിടെ ചെയ്യുന്നത്, എക്സാമ്പിൾ ബേസ്ഡ് സ്റ്റഡിയാണ് ചെയ്യുന്നത്. ഓക്കെ, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഗൈസ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് മോർ പോയിന്റ്സ്, യു വിൽ ഗെറ്റ് മോർ മാർക്സ് ഓൾസോ. ദെൻ മേക്കിംഗ് എക്സാമ്പിൾസ് ഉണ്ടാക്കി പഠിക്കാം. Then 2 hours note making and 2 hours concept clearing. 2 മണിക്കൂർ നോട്ട്സ് ഉണ്ടാക്കാം, 2 മണിക്കൂർ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാം. കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാന്നതിന് ഉദ്ദേശം നിങ്ങൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോവുക. അതായത് നിങ്ങൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ, അതായത് ക്ലാസ് കേൾക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നോട്ട്സ് ഉണ്ടാക്കാൻ ശ്രമിക്കാം.
ഓക്കെ, ഈവൻ നിങ്ങൾ ഇത് പ്രിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഷോർട്ട് നോട്ട്സ് മതി, അധികം ഓവറായിട്ട് എഴുതണമെന്നില്ല, കുറച്ച് എഴുതിയാൽ മതി. ദെൻ 2 hours കൺസെപ്റ്റ് ക്ലിയറിംഗ് എന്നതിനർത്ഥം നിങ്ങൾ ഒരു കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്, നമ്മൾ +1 മുതൽ കേൾക്കുന്ന ഒരു സാധനം. അപ്പോൾ ആ 14 പ്രിൻസിപ്പിൾസ് കുറച്ചുകൂടി ഡീപ്പായിട്ട് ഓരോ പ്രിൻസിപ്പിളും എന്താണ് കുറച്ചുകൂടി എക്സാമ്പിൾ ബേസ്ഡ് ആയിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ച് ഡീപ്പായി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, വൈൽ വാച്ചിങ് ദ വീഡിയോ ക്ലാസ് വാച്ച് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ യു ക്യാൻ സീ ദാറ്റ് ഇതിലുള്ള ഈ ഒരു PDF കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു, റിപ്പീറ്റഡ് ഏരിയ ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു, MCQ പ്ലസ് PYQ ഡിസ്കഷൻ. MCQ മീൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, 4 ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു, കണ്ടന്റ് സെക്ഷൻ ഉണ്ട്, അതായത് ഒരുപാട് കണ്ടന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റഡി HRM വിത്ത് മോർ PYQ, ഒരുപാട് PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. ദെൻ അഡീഷണൽ പാർട്ട് സെക്ഷൻ. നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമാവുന്ന രീതിയിലുള്ള PDF ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ആവറേജ് സ്റ്റുഡൻ്റ് ആണോ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണോ, നോ പ്രോബ്ലം. ഓക്കെ, ഇറ്റ്സ് നോട്ട് പ്രോബ്ലം, നോട്ട് അഫക്റ്റിംഗ് യു. നിങ്ങളെ അത് അഫക്റ്റ് ചെയ്യില്ല. നിങ്ങളിപ്പോൾ ഞാൻ പറയാം, ഒരു എബോ ആവറേജ് സ്റ്റുഡൻസ് ഉണ്ടാവാം, ലൈക്ക് ബിലോ ആവറേജ് സ്റ്റുഡൻസ് ഉണ്ടാവാം, ഓൾ ദോസ് കൈൻഡ് ഓഫ് സ്റ്റുഡൻസ് ആർ ദെയർ. അപ്പോൾ നിങ്ങളെ അതൊന്നും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല. നിങ്ങളൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ എങ്ങനെയായിരുന്നു പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കൺസിഡറേഷൻ നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ മുന്നോട്ട് എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി. കാരണം നമ്മൾ പഠിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ബേസ് ക്രിയേഷനും റിപ്പീറ്റഡ് ഏരിയ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ പേടിക്കാനൊന്നും തന്നെ ഇല്ല. കാരണം ഈ ഒരു ഏരിയാസ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. സാധാരണഗതിയിൽ ഈ ഒരു ഏരിയാസ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഓക്കെ, ദെൻ ജസ്റ്റ് മേക്ക് ദ കോൺഫിഡൻസ് ഓൺലി. നിങ്ങളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ട്രൈ ടു മേക്ക് ദറ്റ് കോൺഫിഡൻസ്. റിപ്പീറ്റഡ് ആസ്പെക്ട് ഓഫ് സ്റ്റഡി. ദെൻ നെക്സ്റ്റ് വൺ, ബേസ് ഗെറ്റിംഗ് ട്രിക്സ്. എങ്ങനെയൊക്കെ ബേസ് ഉണ്ടാക്കുക എന്നുള്ളത് ആദ്യം ചെയ്യേണ്ടത് +1 ബിസിനസ് സ്റ്റഡീസിന്റെ ബുക്ക് റെഫർ ചെയ്യണം. ഓക്കെ, +2 ബിസിനസ് സ്റ്റഡീസിന്റെ ബുക്ക് റെഫർ ചെയ്യണം. BCom HRM ബുക്ക് റെഫർ ചെയ്യണം. ഓക്കെ, BCom HRM ബുക്ക് റെഫർ ചെയ്യണം. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ള ബേസ് ക്രിയേഷൻ. കുറച്ചുകൂടി ആസ്പെക്ട് പഠിക്കാനാണെങ്കിൽ MCom ഓർഗനൈസേഷണൽ ബിഹേവിയറിന്റെ ടെക്സ്റ്റ് കൂടെ റെഫർ ചെയ്യാം. ഓർഗനൈസേഷൻ OB ടെക്സ്റ്റ് ബുക്ക് കൂടി നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ റെഫർ ചെയ്യാം. അത് ഏത് വർഷത്തെ ആണെങ്കിലും കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് യു സ്റ്റഡി ബിഫോർ 2010, നിങ്ങളുടെ 2010 മുമ്പ് BCom MCom കഴിഞ്ഞ വ്യക്തിയാണെങ്കിലും ആ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലും മതി. ഓക്കെ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഈ PDF കൊടുത്തിട്ടുണ്ട്. പഴയ കാര്യങ്ങൾ, ഇത് പഴയ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും ആസ് യുവർ വിഷ്, നിങ്ങളുടെ കയ്യിലുള്ള ബുക്ക് ഏതാണോ ദാറ്റ് തിങ് യു ക്യാൻ ജസ്റ്റ് റിഫർ ഇറ്റ്. ഓക്കെ, ദെൻ 2022 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യനിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് 2022 എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ? ദാറ്റ് മീൻസ് 2022 ചോദിക്കാൻ സാധ്യതയുള്ള ബിസിനസ് മാനേജ്മെന്റിൽ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കോൾബർഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി 3 ബേസിക് ലെവൽ ഓഫ് എത്തിക്കൽ പ്രിൻസിപ്പിൾ, അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഞാൻ പറയാം. ഒരു മനുഷ്യന് ഒരു എത്തിക്സ് ഉണ്ടാവും. ഒരു മനുഷ്യൻ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അദ്ദേഹം രാവിലെ 9 മണിക്ക് വരുന്നു. ഓക്കെ, അവിടെ ജോലി ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ലഞ്ച് ബ്രേക്ക് ആവുന്നു. വൈകുന്നേരം 4 മണിക്ക് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇവിടെ ഒരു എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അദ്ദേഹം കറക്റ്റ് ആയിട്ട് ആ ഒരു റെഗുലേഷൻ പ്രകാരം വരുന്നു, അതേപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്നു, അവിടുന്ന് പോകുന്നു. ദാറ്റ് ലൈക്ക് ദറ്റ് ദിസ് വൺ ഈസ് കോൾഡ് ദാറ്റ് എത്തിക്സ് ഓഫ് ദ ബിസിനസ്. അതേ ഈ ഒരു എത്തിക്സ് മേഖലയിൽ കോൾബർഗ് നടത്തിയൊരു 3 ബേസിക് ലെവൽ ഉണ്ട്. അതായത് നമ്മുടെ ഏജ് ഗ്രൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലെവല് എത്തിക്സ് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ 3 മുതൽ 7 വയസ്സ് വരെയുള്ള ചൈൽഡ് ആണെങ്കിൽ 3 മുതൽ 7 വയസ്സ് വരെയുള്ള ചൈൽഡ് ആണെങ്കിൽ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി ആണ് ഉണ്ടാവുക. ഓക്കെ, ബി ഹോണസ്റ്റ്. അതിനർത്ഥം നമ്മൾ 3 മുതൽ 7 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ അച്ഛനും അമ്മയും ചെയ്യുന്നത് എന്താണോ, അവർ പഠിപ്പിക്കുന്നത് എന്താണോ, അവർ മാതൃകാപരമായി പഠിപ്പിക്കുന്നത് എന്താണോ, അതാണ് നമ്മൾ ഫോളോ ചെയ്യുക. അല്ലെ, ബി ഹോണസ്റ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നിഷ്കളങ്കരായ വിദ്യാർത്ഥികളെ നമ്മൾ കേട്ടിട്ടില്ലേ, 3 മുതൽ 7 വയസ്സ് വരെയുള്ള ആൾക്കാർ നിഷ്കൂസായിരിക്കും, നിഷ്കളങ്കതയുള്ള ആൾക്കാരായിരിക്കും. അതാണ് ഒരു മാതൃകാപരമായിട്ടുള്ള രീതി ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും. കാരണം അവരുടെ ഉള്ളിൽ കളങ്കങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി ചൈൽഡ് സ്റ്റേജ് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത്. അതായത് 3 മുതൽ 7 വയസ്സ് വരെയുള്ള ഗ്രൂപ്പാണ്. ദെൻ കൺവെൻഷണൽ മൊറാലിറ്റിന്റെ 8 മുതൽ 13 വയസ്സ് വരെ. ഓക്കെ, 8 മുതൽ 13 വയസ്സ് വരെയുള്ളവരാണ് കൺവെൻഷണൽ മൊറാലിറ്റി. ഈ ഒരു സ്റ്റേജിൽ പ്രധാനമായിട്ടും നമ്മൾ കുറച്ചുകൂടി ഒരു പേടി വരുന്ന ഒരു സ്റ്റേജാണ് 8 മുതൽ 13 വയസ്സ് വരെ. അതായത് അച്ഛനെ പേടിയായിരിക്കും, ചിലപ്പോൾ അമ്മയെ പേടിയായിരിക്കും, അങ്ങനെ ലൈക്ക് സമ്മോർ അവർ പറയുന്നത് എന്താണോ അതൊക്കെ കേട്ട് നടക്കുന്ന ഒരു പ്രായമാണ്. ഓക്കെ, കുറച്ചുകൂടെ അല്ലേ. ഫോർ എക്സാമ്പിൾ എൻ്റെ അച്ഛൻ പറഞ്ഞു അവിടെ പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോവില്ല. ഓക്കെ, ലൈക്ക് ദാറ്റ് ഈസ് കൺവെൻഷണൽ മൊറാലിറ്റി. ദെൻ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി ഉണ്ട്. 8 മുതൽ 13 വയസ്സ് വരെയുള്ളവരാണ്
പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി വരെ. അത് എനിക്ക് സ്വന്തമായി കുറച്ചുകൂടെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്റ്റേജാണ് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതൊരു 8 മുതൽ 13 വയസ്സ് വരെയുള്ള സ്റ്റേജാണ് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിയിൽ വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ 2019 ബേസ്ഡ് ക്വസ്റ്റ്യൻ. 2019 ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഫോർമൽ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. ഇൻഫോർമൽ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇൻഫോർമൽ വേ ആണ്. അതായത് ഒരു ഫോർമാലിറ്റി അവിടെ ഇല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു കോളേജിലെ ടീച്ചറാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനൊരു കോളേജിലെ ടീച്ചറാണ്. ഞാൻ അവിടുത്തെ പ്രിൻസിപ്പളുമായിട്ട് സംസാരിക്കുകയാണ്. ഇത് ഒരു ഫോർമൽ ടോക്കാണ് അല്ലേ? ഇതൊരു ഫോർമൽ ടോക്കാണ്. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കാം. ഞാനൊരു ഫ്രണ്ടാണ്, എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ സംസാരിക്കുകയാണ്. ദാറ്റ് ഈസ് ഇൻഫോർമൽ. ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫോർമൽ തിയറീസ് ഉണ്ട്. അതാണ് 2019 ചോദിച്ച ചോദ്യം. പ്രൊപ്പങ്കിറ്റി തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഇൻഫോർമൽ തിയറിന്റെ ഉള്ളിൽ വരുന്നതാണ്. എന്താ പ്രൊപ്പങ്കിറ്റി തിയറി എന്ന് പറയുന്നത്? സിമിലർ ഏരിയ ഓഫ് പീപ്പിൾ റിലേഷൻഷിപ്പ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ വീട് കണ്ണൂരാണ്. ഓക്കെ, അപ്പൊ കണ്ണൂരിന്റെ ഉള്ളിലുള്ളവരോടുമായിട്ട്, അതായത് സിമിലർ ഏരിയയിലുള്ളവരുമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ചങ്ങാത്തം കൂടുന്നു. ദാറ്റ് മീൻസ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു. ദിസ് വൺ ഈസ് ആക്ച്വലി കോൾഡ് വാട്ട്? പ്രൊപ്പങ്കിറ്റി തിയറി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സിമിലാരിറ്റി തിയറി. സിമിലർ നേച്ചറിലുള്ളവർ കൂട്ടുകൂടാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു സ്വഭാവമുണ്ട്. ഞാനൊരു ആംഗ്രി സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ വേറൊരു ആംഗ്രി ആയിട്ടുള്ള ആളോട് കൂട്ടുകൂടി നടക്കുകയാണ്. ലൈക്ക് ദാറ്റ് സിമിലർ സ്വഭാവമുള്ളവരോട് കൂട്ടുകൂടി നടക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സിമിലാരിറ്റി തിയറി എന്ന് പറയാൻ വേണ്ടി വരും. കോംപ്ലിമെന്റാരിറ്റി തിയറി or complementary theory. This one, complementarity products എന്ന് കേട്ടിട്ടുണ്ടോ? കോംപ്ലിമെന്റാരിറ്റി പ്രൊഡക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പെട്രോളും കാറും, അതായത് കാറ് പെട്രോൾ ഇല്ലാതെ വർക്ക് ചെയ്യില്ല. ഓക്കെ, അതായത് പെട്രോൾ വെറുതെ ഉണ്ടായിട്ട് കാര്യമില്ല, അതിനെന്തെങ്കിലും വാഹനങ്ങൾ വേണം. കാർ വെറുതെ ഉണ്ടായിട്ട് കാര്യമില്ല, അതിന് പെട്രോൾ വേണം. ലൈക്ക് ദാറ്റ് കോംപ്ലിമെന്റാരിറ്റി. അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ള ആൾക്കാരാണ് ചങ്ങാത്തം കൂടുന്നതെങ്കിൽ ദാറ്റ് വൺ ഈസ് കോൾഡ് കോംപ്ലിമെന്ററി തിയറി അല്ലെങ്കിൽ കോംപ്ലിമെന്റാരിറ്റി തിയറി. ദെൻ എക്സ്ചേഞ്ച് തിയറി. ലൈക്ക് ദാറ്റ് ഞാൻ നിന്നോട് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നത് ഞാൻ നിനക്ക് ഒരു സാധനം തരാൻ വേണ്ടിയിട്ടായിരിക്കും, പക്ഷെ തിരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് ഞാൻ വാങ്ങും. ഫോർ എക്സാമ്പിൾ, ഞാൻ നിന്നോട് ഫ്രണ്ട്ഷിപ്പ് കൂടിയതിന്റെ കാരണം നിന്റെ കയ്യിലുള്ള വാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഓക്കെ, നിന്റെ കയ്യിലുള്ള വാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. പകരം നീ എനിക്ക് എന്ത് ചെയ്യണം? വാച്ച് ഇങ്ങോട്ട് വാങ്ങുന്ന സമയത്ത് ഞാൻ പൈസ അങ്ങോട്ട് തരാം. ഓക്കെ, ലൈക്ക് ദാറ്റ് എക്സ്ചേഞ്ച് തിയറി. ദെൻ ഇന്ററാക്ഷൻ തിയറി ഉണ്ടാവും. സോഷ്യൽ ഇന്ററാക്ഷൻ. ഞാനും എൻ്റെ ഫ്രണ്ടും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആവാം, ഞാനും എൻ്റെ ലവറും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആവാം. ലൈക്ക് ദാറ്റ് ഇന്ററാക്ഷൻ തിയറി. ദെൻ നെക്സ്റ്റ് വൺ സോഷ്യൽ കമ്പാരിസൺ തിയറി. സോഷ്യൽ കമ്പാരിസൺ മീൻസ് സൊസൈറ്റിയിലുള്ള ആൾക്കാരുമായിട്ടുള്ള ബിഹേവിയർ ആണ്. ഞാൻ ഒരു പൊതുവേദിയിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ലൈക്ക് ദാറ്റ് ഫോർ എക്സാമ്പിൾ പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ അത് ഫോർമൽ തിയറിയാണ്. പൊതുവേദിയിലല്ല, നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈക്ക് എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ കുറച്ച് വയസ്സായവരൊക്കെ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ടൊക്കെ സംസാരിക്കാൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? ലൈക്ക് സോഷ്യൽ കമ്പാരിസൺ തിയറി. ഒരു മാറ്റർ ഉണ്ടാവും, അവിടെ സംസാരിക്കാൻ വേണ്ടി ഒരു മാറ്റർ ഉണ്ടാവും, അതിനെക്കുറിച്ച് എന്ത് ചെയ്യും? അവരിങ്ങനെ ലൈക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും. ലൈക്ക് ദാറ്റ്. ദെൻ ദാറ്റ് ഈസ് ആക്ച്വലി കോൾഡ് സോഷ്യൽ കമ്പാരിസൺ തിയറി. ദെൻ നെക്സ്റ്റ് വൺ 2020 ബേസ്ഡ് ക്വസ്റ്റ്യൻ ഏരിയ. ഈഗോ സ്റ്റേറ്റ്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, അങ്ങനെയാണ് നമ്മൾ പറയാം അല്ല. ഇഡ്, സൂപ്പർ ഈഗോ, ഈഗോ. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മൾ ചെറിയൊരു കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഉത്സവത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ദാറ്റ് എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളിന് പോകുന്നുണ്ടെങ്കിൽ, ലൈക്ക് ദാറ്റ് അവിടെ ഒരുപാട് ചന്തകൾ ഉണ്ടാവും അല്ലെ, ഒരുപാട് മാർക്കറ്റ്സ് ഉണ്ടാവും. ലൈക്ക് എനിക്കിപ്പോൾ ആ സാധനം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് ഇഡ് എന്ന് പറയാം. ഐ വാണ്ട് ഇറ്റ് റൈറ്റ് നൗ. ഫോർ എക്സാമ്പിൾ, ഒരു കളിപ്പാട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കുന്ന ഒരു സാധനം കുട്ടിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് ഇപ്പോൾ വേണം, റൈറ്റ് നൗ, ഇപ്പം തന്നെ എനിക്കത് വേണം എന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് ഇഡ് എന്ന് പറയാം. ദെൻ സൂപ്പർ ഈഗോ. അത് ശരിയല്ല, കാരണം കാണുന്നതെല്ലാം വാങ്ങുന്നത് ശരിയല്ല. ഇറ്റ്സ് നോട്ട് റൈറ്റ്. ആ ഒരു സ്റ്റേജിനാണ് സൂപ്പർ ഈഗോ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ കുട്ടിയോട് അമ്മ പറയാണ്, അത് ശരിയല്ല മോനെ, അത് നല്ലതല്ല, ആ സാധനം കഴിച്ചാൽ ചീത്തയാണ് എന്ന് പറയുകയാണെങ്കിൽ ലൈക്ക് ദാറ്റ് സൂപ്പർ ഈഗോ. ഇറ്റ്സ് നോട്ട് റൈറ്റ്. ദെൻ ഈഗോ ലൈക്ക് കോംപ്രമൈസ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്യാം, വേണമെന്നില്ല, ഓക്കെ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാം. ലൈക്ക് ദാറ്റ് ഈഗോ സ്റ്റേറ്റ്സ്. ഇങ്ങനെയാണ് നമ്മൾ ഇഡ്, സൂപ്പർ ഈഗോ, ഈഗോ എന്ന് പറയുന്നത്. ദെൻ 2020 and 21 ക്വസ്റ്റ്യൻ ഏരിയ 2 പ്രാവശ്യം റിപ്പീറ്റഡ് ആയി ചോദിച്ചൊരു ചോദ്യമാണ്. ദെൻ ഡിഫൻസ് മെക്കാനിസം. ഓരോ ആൾക്കും ഓരോ ഈഗോ സ്റ്റേറ്റ്സ് ഉണ്ടാവും. നമ്മളിപ്പോൾ കണ്ട പോലെ ഈഗോ സ്റ്റേറ്റ്സ് ഉണ്ടാവും. അതെങ്ങനെ ഡിഫെൻസ് ചെയ്യാം, അതെങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഡിഫെൻസ് മെക്കാനിസം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഓരോന്നിനും എക്സാമ്പിൾ പറയാം. റാഷണലൈസേഷൻ മീൻസ് ഗിവിങ് എക്സ്ക്യൂസസ്. അതായത് എക്സാമിന് മാർക്ക് കുറഞ്ഞു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? എക്സാമിന് മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സ്ക്യൂസ് പറയും അല്ലേ? സാർ, എനിക്ക് തലവേദന ആയതുകൊണ്ടാണ്, എനിക്ക് അങ്ങനെ ആയതുകൊണ്ടാണ്, എനിക്ക് ലൈക്ക് പനി വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ലൈക്ക് ദാറ്റ് എക്സ്ക്യൂസസ്
ദാറ്റ് ഈസ് കോൾഡ് ആക്ച്വലി റാഷണലൈസേഷൻ. നമ്മൾ ഡിഫെൻസ് ചെയ്യാൻ ശ്രമിക്കും, നമ്മൾ മാക്സിമം പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം ഒരു ടീച്ചർ അല്ലെങ്കിൽ വഴക്ക് പറയുന്ന സമയത്ത് നമ്മൾ മാക്സിമം എന്ത് ചെയ്യും, പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കും, ഡിഫെൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ദ നെക്സ്റ്റ് വൺ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ട്രാൻസ്ഫറിങ് ഓഫ് ഫീലിംഗ്സ് ടു അതേഴ്സ്. ഫോർ എക്സാമ്പിൾ ആംഗ്രി വിത്ത് ബോസ്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഞാൻ എൻ്റെ ബോസ് എന്നെ വഴക്ക് പറഞ്ഞു, ആംഗ്രി ചെയ്തു, ഞാൻ ആ വഴക്ക് ചിലപ്പം വേറെ ആളോട് തീർക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരാളോടുള്ള ദേഷ്യം മറ്റൊരാളോട് തീർക്കുക എന്നൊക്കെ പറയില്ലേ, ലൈക്ക് ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ്, ട്രാൻസ്ഫറിങ് ഓഫ് ഫീലിംഗ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ദ നെക്സ്റ്റ് വൺ റിഗ്രഷൻ, റിട്ടേണിംഗ് ടു സ്ട്രെസ്. ഫോർ എക്സാമ്പിൾ ഒരു ട്രാഫിക്കിന്റെ ഇടയിൽ നല്ല ഹെവി ട്രാഫിക്കിന്റെ ഇടയിൽ ഒരു കാറ് കുടുങ്ങിപ്പോയി എന്ന് വിചാരിക്കുക. ഒരു കാർ കുടുങ്ങിപ്പോയി, ട്രാഫിക്കിന്റെ ഇടയിൽ കുടുങ്ങിപ്പോയി. ദിസ് വൺ വിൽ ബി ക്രിയേറ്റിംഗ് സ്ട്രെസ് ഉണ്ടാക്കും. നല്ലൊരു ഭയങ്കര ട്രാഫിക് ഉള്ള സ്ഥലത്താണെങ്കിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ഏരിയസിലൊക്കെ ടൗണിൽ പെട്ടെന്ന് കാർ കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ലൈക്ക് സ്ട്രെസ്. കാരണമാണെന്നില്ല, എന്തും എനിത്തിങ്. ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തു. ദെൻ ഇൻട്രോജക്ഷൻ, ക്വാളിറ്റീസ് വിത്തൗട്ട് തിങ്ക്. നമ്മളിപ്പോൾ ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളോട് നന്നായിട്ട് സംസാരിക്കുന്ന എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരാളാണെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യും, നന്നായിട്ട് സംസാരിക്കും. അദ്ദേഹത്തിന്റെ മോശം കാര്യങ്ങൾ ഞാൻ കാണില്ല, വിത്തൗട്ട് തിങ്ക് ആണ്. ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല, അദ്ദേഹത്തിന്റെ മോശം കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കില്ല, നല്ലത് മാത്രമേ സംസാരിക്കുള്ളൂ. ദാറ്റ് ഈസ് ആക്ച്വലി ഇൻട്രോജക്ഷൻ. ദെൻ ഡെനിയൽ, റിഫ്യൂസ് അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നൊക്കെ പറയും. ഡെനിയൽ അതിന്റെ അർത്ഥം, അതായത് സ്റ്റോപ്പ് സ്മോക്കിംഗ്. ഞാൻ ഒരു കാര്യം ഒഴിവാക്കുകയാണ്, ലൈക്ക് ഞാൻ സ്മോക്കിംഗ് നിർത്തുകയാണ്. ദാറ്റ് ഈസ് ഡെനിയൽ. ദെൻ റിപ്രഷൻ, അൺകോൺഷ്യസ് മൈൻഡിൽ സംഭവിക്കുന്നതാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആൽക്കഹോളിസ്റ്റിക് പീപ്പിൾ, സിമ്പിൾ വൺ. അതായത് നമ്മൾ അൺകോൺഷ്യസ് മൈൻഡ്, നമ്മൾ അബോധാവസ്ഥയിൽ നമുക്ക് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആൽക്കഹോളിസ്റ്റിക് ആയിട്ടുള്ള പീപ്പിൾ ചിലപ്പോൾ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരും അല്ലെ, ലൈക്ക് ദാറ്റ് അൺകോൺഷ്യസ് ആയിരിക്കും, അബോധാവസ്ഥയിലായിരിക്കും. അല്ലെങ്കിൽ ആൽക്കഹോളിസ്റ്റിക് പീപ്പിൾ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പം എന്തെങ്കിലുമൊക്കെ പറയും, ലൈക്ക് ദാറ്റ് റിപ്രഷൻ. ദെൻ പ്രൊജക്ഷൻ, അൺഅക്സെപ്റ്റബിൾ തോട്ട്. ഓക്കെ, ദെൻ ഐ ആം ആംഗ്രി സോ ഐ ചേഞ്ച്ഡ് മൈ ബിഹേവിയർ എന്നാണ് കേട്ടോ ഇവിടെ. ബിഹേവിയർ, എസ് അല്ല, ബിഹേവിയർ. ആറാണ്. പ്രൊജക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അൺഅക്സെപ്റ്റബിൾ ആണെന്ന് തോന്നുന്നത്. അതായത് എൻ്റെ കാര്യം എനിക്ക് തന്നെ അറിയാം. ഫോർ എക്സാമ്പിൾ ഞാൻ ആംഗ്രി ആണെന്ന് എനിക്കറിയാം. ഓക്കെ, സോ അതുകൊണ്ട് എനിക്കത് ബിഹേവിയർ മാറ്റണം എന്നുണ്ട്. ഞാൻ എന്ത് കാര്യം കണ്ടാലും ദേഷ്യപ്പെടുന്ന ഒരാളാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കത് മാറണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട്. ഐ ജസ്റ്റ് ചേഞ്ച്ഡ് ഓൾ ദോസ് ബിഹേവിയർ. ഓക്കെ, ചേഞ്ച്ഡ് എന്നുള്ളതിന്റെ സ്പെല്ലിങ്ങും ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ. ചേഞ്ച്ഡ്, CHANGED, ചേഞ്ച്ഡ്. ഓക്കെ, സം സ്പെല്ലിംഗ് മിസ്റ്റേക്സ് അതെ, അത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സംഭവിച്ചാണ്, ഞാൻ പെട്ടെന്ന് നോട്ടീസ് ചെയ്തില്ല. ഓക്കെ, എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം, അപ്പം നിങ്ങൾ PDF ഒന്ന് ജസ്റ്റ് കറക്റ്റ് ചെയ്താൽ, നിങ്ങൾ പ്രിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കറക്റ്റ് ചെയ്താൽ മതി. ചേഞ്ച്ഡിന്റെ സ്പെല്ലിംഗ് ആണ്. ഓക്കെ, ദെൻ സബ്ലിമേഷൻ, അൺഅക്സെപ്റ്റബിൾ ഇൻറ്റു അക്സെപ്റ്റബിൾ വെൻ ഇമോഷൻ ദേ പ്ലേ ഫുട്ബോൾ. അതായത് ഫോർ എക്സാമ്പിൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത് ലൈക്ക് എന്താ പറയാ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെൻ ഇമോഷൻ ദേ പ്ലേ ഫുട്ബോൾ. അതായത് എനിക്ക് എപ്പോഴാണ് ഇമോഷൻ തോന്നുന്നത് അപ്പം ഞാൻ ഫുട്ബോൾ കളിക്കാമെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് ഫുട്ബോൾ കളിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വോളിബോൾ കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഫുട്ബോൾ കളിക്കുന്ന ഒരുപാട് പ്ലേയിങ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. വലുതായപ്പോൾ എനിക്ക് എന്തില്ല, അതിന് സമയം കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഇമോഷണലായി, കാരണം എൻ്റെ നൊസ്റ്റാൾജിയ, എൻ്റെ പണ്ട് കാലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് നൊസ്റ്റാൾജിയ വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ഒരു പ്രായത്തിൽ എനിക്കിപ്പം ഒരു 40 വയസ്സാണെങ്കിൽ 40 വയസ്സാവുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഫുട്ബോൾ കളിച്ചു. അപ്പോൾ എനിക്കൊരു ഇമോഷണൽ ആസ്പെക്ട് ഉണ്ടായി. ആ ഒരു ആസ്പെക്റ്റിനാണ് സബ്ലിമേഷൻ എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള എന്താ പറയുക ഭാഷയിലൊക്കെ നിങ്ങൾക്ക് നോട്ട്സ് എഴുതി വെക്കുന്ന സമയത്ത് എഴുതി വെക്കാം. ഓക്കെ, ദെൻ ഇതൊക്കെയാണ് ഡിഫൻസ് മെക്കാനിസം. നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും പല കാര്യങ്ങളും. ദെൻ ഹെൻറി ഫയോളിന്റെ 6 മാനേജീരിയൽ ആക്ടിവിറ്റീസ് എന്തൊക്കെ? റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിനൊരു കോഡ് ഉണ്ട്, ഫാസ്റ്റ് CM എന്നുള്ള കോഡാണ്. ഫാസ്റ്റ് CM. F means financial activities, A means accounting activities, S means security activities, T means technical activities, C means commercial activities, M means managerial activities. അതാണ് അതിന്റെ കോഡ് എന്ന് പറയുന്നത്. ദെൻ മാനേജീരിയൽ ആക്ടിവിറ്റീസ്, അതായത് മാനേജർ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു സ്ഥാപനത്തെ മാനേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് മാനേജീരിയൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ദെൻ നോക്കുക, ഫസ്റ്റ് വൺ ഇവിടെ ടെക്നിക്കൽ ആക്ടിവിറ്റീസ്, ടെക്നിക്കൽ സ്കിൽസ് വേണം. ഒരു മാനേജർക്ക് ഏറ്റവും ആവശ്യമുള്ള സ്കിൽ എന്താ? ടെക്നിക്കൽ സ്കിൽസ്, അതായത് കമ്പ്യൂട്ടർ നോളജ്, അങ്ങനെയുള്ള ടെക്നിക്കൽ സ്കിൽസ് വേണം. ദെൻ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്, ബൈയിങ് ആൻഡ് സെല്ലിങ്, അതായത് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്കില്ല് വേണം. ദെൻ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, സാമ്പത്തികമായി എപ്പോഴും നമ്മൾ ഉള്ളിലുള്ള ഫണ്ട്സ് ഒക്കെ കറക്റ്റായിട്ട് വിനിയോഗിക്കാൻ അറിയുന്ന ആളായിരിക്കണം. ദാറ്റ്സ് മാനേജർ.
ദെൻ സെക്യൂരിറ്റി ആക്ടിവിറ്റീസ്, ജോബ് വർക്ക് സെക്യൂരിറ്റീസ് ഒക്കെ എംപ്ലോയീസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതായത് ഇന്ററാക്ഷൻസ് ഉണ്ടാവണം, ജോബ് സെക്യൂരിറ്റി കൊടുക്കണം, അധികം അപകട മേഖലയുള്ള വർക്ക്സ് ഒന്നും ചെയ്യിപ്പിക്കരുത്, അങ്ങനെയുള്ള രീതിയിലുള്ള ആളായിരിക്കണം. ദെൻ അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ്, അതായത് റൂൾസ് ഫോളോയിങ് ഇൻ അക്കൗണ്ടിങ്ങിലും മാത്തമാറ്റിക്സിലൊക്കെ നോളജ് ഉള്ള വ്യക്തിയായിരിക്കണം. ദെൻ മാനേജീരിയൽ ആക്ടിവിറ്റീസ് തന്നെ, അതായത് മാനേജീരിയൽ ആക്ടിവിറ്റീസ് ഒക്കെ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഓക്കെ, ദാറ്റ് മീൻസ് മാനേജീരിയൽ ആക്ടിവിറ്റീസ് ആണ് പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേഷൻ, കൺട്രോൾ, ഇതൊക്കെ അറിയുന്ന ആളായിരിക്കണം. റോബർട്ട് എൽ കാർസിന്റെ 3 സ്കിൽ അപ്രോച്ച്, 3 സ്കില്ല് വേണമെന്നാണ് പറയുന്നത്. ഒരാൾക്ക് ഒരു വ്യക്തിക്ക് 3 സ്കില്ല് വേണം. ഒന്ന് കൺസെപ്ച്വൽ സ്കില്ല്, 2 ടെക്നിക്കൽ സ്കില്ല്, പിന്നെ ഹ്യൂമൻ സ്കില്ല്. കൺസെപ്ച്വൽ സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിങ്കിങ് കപ്പാസിറ്റി, ചിന്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം. ദെൻ ടെക്നിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ സ്കില്ല്, അങ്ങനെയുള്ള സ്കില്ലായിരിക്കും ഉണ്ടാവണം. ഹ്യൂമൻ സ്കിൽ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ലീഡർഷിപ്പ്, റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം. പ്രോപ്പർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം. ഇതൊക്കെയാണ് ഹ്യൂമൻ സ്കിൽസിന്റെ ഉള്ളിൽ വരിക. ഓക്കെ, ദെൻ ഇതൊക്കെയാണ് കൺസെപ്ച്വൽ സ്കില്ല്, ടെക്നിക്കൽ സ്കില്ല്, ഹ്യൂമൻ സ്കില്ല്. ദെൻ നെക്സ്റ്റ് വൺ MCQ പ്ലസ് PYQ സെക്ഷൻ. പണ്ടുണ്ടായിരുന്ന ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, ലൈക്ക് ദാറ്റ് തിങ് ദാറ്റ് വി ആർ റിഫറിങ്. ഒരു ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 1. അക്കോർഡിംഗ് ടു ഹെൻറി മിൻസ്ബർഗ്, wait. Yes. According to Henry Mintzberg, managers perform those roles. Which of them is not included from the following? ഹെൻറി മിൻസ്ബർഗിന്റെ മാനേജറിയൽ റോൾസ് പ്രകാരം കുറച്ച് റൂൾസ് എന്താ പറയാ, കുറച്ച് റോൾസ് ലേറ്റ് എന്ന് പേരോ According to Henry Mintzberg, managers perform these roles. Which of them is not included from the following? അതായത് മാനേജീരിയൽ റോൾസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങൾ, ഹെൻറി മിൻസ്ബർഗിന്റെ മാനേജീരിയൽ റോൾസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ് ചോദ്യം. ഡിസിഷണൽ, ഇൻഫർമേഷണൽ, ഇന്റർപേഴ്സണൽ, സൂപ്പർവൈസറി, ഇങ്ങനെ 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഡിസിഷണലുണ്ട്, ഇൻഫർമേഷനുണ്ട്, ഇന്റർപേഴ്സണലുണ്ട്, സൂപ്പർവൈസറുണ്ട്. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സൂപ്പർവൈസറി എന്ന് പറയുന്ന ഒരു കാര്യം ഹെൻറി മിൻസ്ബർഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനേജറിയൽ റോൾസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഡിസിഷണൽ, ഇൻഫർമേഷണൽ, ഇന്റർപേഴ്സണൽ. ഇന്റർപേഴ്സണൽ, ഇൻഫർമേഷണൽ, ഡിസിഷണൽ ഓർ ഡിസിഷൻ മേക്കിംഗ്. ഈ 3 കാര്യങ്ങളാണ് മാനേജീരിയൽ റോൾസിൽ ഹെൻറി മിൻസ്ബർഗിന്റെ മാനേജറിയൽ റോൾസിൽ വരുന്നത്. ഇതിന്റെ ഉള്ളിൽ വീണ്ടും സബ് ഹെഡിങ്സ് ആയിട്ട് വരും. ഞാൻ പറയാം. ഇപ്പോ ഇന്റർപേഴ്സണലില് ഫോർ എക്സാമ്പിൾ ഇവിടെ ജസ്റ്റ് ലൈക്ക് ഹെൻറി മിൻസ്ബർഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാനേജേഴ്സിന് ഉണ്ടാവേണ്ട കുറച്ച് റോൾസിനെ കുറിച്ചാണ് പറയുന്നത്. മാനേജേഴ്സിന്റെ റോൾസിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു മാനേജർക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ഒരു മാനേജർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഇന്റർപേഴ്സണൽ ആണ്. ഇന്റർപേഴ്സണലിൽ എന്തൊക്കെയാണ് വരിക? ഫിഗർ ഹെഡ്, ലീഡർ, ലൈസൺ. ഈ 3 കാര്യങ്ങളാണ് ഇന്റർപേഴ്സണലിൽ വരിക. സംടൈംസ് ക്വസ്റ്റ്യൻ മേ ബി ലൈക്ക് ദിസ്. ഇന്റർപേഴ്സണലിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരിക, വരാത്തത് ഏത്, അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. ഇന്റർപേഴ്സണലിന്റെ ഉള്ളിൽ വരാത്തത് ഏത്, വരുന്നത് ഏത്, ലൈക്ക് ദാറ്റ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പൊ ഇന്റർപേഴ്സണലിന്റെ ഉള്ളിൽ നോക്കുക, ഫിഗർ ഹെഡ്, പെർഫോമിംഗ് ഡ്യൂട്ടീസ് ആസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ റെപ്രസെന്റേറ്റീവ് പോലെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളിപ്പോൾ ഒരു കല്യാണം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ആളുണ്ടാവും അല്ലെ, കല്യാണം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന, അതായത് ലൈക്ക് അദ്ദേഹം അവരെ ഒരു റെപ്രസെന്റേറ്റീവ് പോലെ നിന്നിട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഫിഗർ ഹെഡ്. ദെൻ ലീഡറായി പ്രവർത്തിക്കുക, ഇൻഫ്ലുവൻസിങ് ദ സബോർഡിനേറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ലേസൺ, ഔട്ട്സൈഡ് കോൺടാക്ട് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഓർഗനൈസേഷന്റെ പുറത്തേക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് ലേസൺ എന്ന് പറയുന്നത്. പുറത്തുള്ളവരോട് ബന്ധം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. ദെൻ ഈ 3 കാര്യങ്ങളാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ റോൾസിൽ വരിക. ദെൻ ഇൻഫർമേഷണൽ റോൾസിൽ എന്തൊക്കെ വരിക? മോണിറ്റർ, കളക്ടിങ് ഓൾ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ. എല്ലാ ടൈപ്പ് ഓഫ് ഇൻഫർമേഷനും ഓർഗനൈസേഷന് വേണ്ടി കളക്ട് ചെയ്യുന്ന വ്യക്തിയാണ് മോണിറ്റർ. ഡിസമിനേറ്റർ, ഇൻഫർമേഷൻ ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ്. പുറത്തുള്ള ഇൻഫർമേഷൻ ഉള്ളിലേക്ക് നൽകുന്ന ആളാണ് ഡിസമിനേറ്റർ. പുറത്തുനിന്നുള്ള ഇൻഫർമേഷൻ ഉള്ളിലേക്ക് നൽകുന്ന ആളാണ് ഡിസമിനേറ്റർ. സ്പോക്സ്മാൻ എന്നാണെങ്കിലോ ഇൻഫർമേഷൻ ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ്. ഉള്ളിലുള്ള ഇൻഫർമേഷൻ പുറത്തേക്ക് നൽകുന്ന ആളാണ് സ്പോക്സ്മാൻ. ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ഇൻഫർമേഷൻ പുറത്തേക്ക് കൊടുക്കുന്ന ആളാണ് സ്പോക്സ്മാൻ. പുറത്തുനിന്നുള്ള ഇൻഫർമേഷൻ ഉള്ളിലേക്ക് നൽകുന്ന ആളാണ് ഡിസമിനേറ്റർ. ഓക്കെ, ഐ ജസ്റ്റ് ടെൽ
ഇവിടുന്ന് ചിലപ്പോൾ ചോദ്യം ചോദിക്കാം, ഇന്റർപേഴ്സണലിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെ, അല്ലെങ്കിൽ ഇന്റർപേഴ്സണലിന്റെ ഉള്ളിൽ വരാത്ത കാര്യങ്ങൾ ഏതൊക്കെ. ഫിഗർ ഹെഡ്, ലീഡർ, ലെയ്സൺ, ഈ 3 കാര്യങ്ങൾ ഇന്റർപേഴ്സണലിന്റെ ഉള്ളിൽ വരുന്നതാണ്. പ്രധാനമായിട്ടും നമുക്ക് ഇങ്ങനെ പറയാം, ഇന്റർപേഴ്സണൽ, ഇൻഫോർമേഷണൽ, ഡിസിഷണൽ, ഇങ്ങനെ 3ആയിട്ട് ഹെൻറി മിൻസ്ബർഗിന് മാനേജറിയൽ റോൾസിൽ തരംതിരിക്കാൻ വേണ്ടി പറ്റും. ദെൻ ഇന്റർപേഴ്സണലിന്റെ ഉള്ളിൽ ഫിഗർ ഹെഡ്, ലീഡർ, ലെയ്സൺ. ഇൻഫർമേഷന്റെ ഉള്ളിൽ മോണിറ്റർ, ഡിസമിനേറ്റർ, സ്പോക്സ്മാൻ. ദെൻ ഡിസിഷണൽ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഉള്ളിൽ എന്റർപ്രണർ, ഡിസ്റ്റർബൻസ് ഹാൻഡലർ, റിസോഴ്സ് അലോക്കേറ്റർ, നെഗോഷിയേറ്റർ. എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ എന്താ, ചിന്തിക്കുന്ന ആള്. ഓൺട്രപ്രണർ ആരാന്ന് നമുക്കറിയാം അല്ലെ. ദെൻ ഡിസ്റ്റർബൻസ് ഹാൻഡലർ, എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന വ്യക്തി. ഓക്കെ. റിസോഴ്സ് അലോക്കേറ്റർ, ക്യാപിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ സോഴ്സസ്, അതായത് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള മൂലധനം, ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ട്, അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന ആള്. നെഗോഷിയേറ്റർ, ഗ്രൂപ്പ് മേക്കിംഗ് ഫോർ ഡിസിഷൻ പർപ്പസ്. നെഗോഷിയേറ്റർ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ലൈക്ക് നമ്മുടെ ഗ്രൂപ്പായി ഇരുന്നിട്ട് ഒരു പ്രശ്നം സോൾവ് ചെയ്യില്ലേ, അതേപോലെ ലൈക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പായി ഇരുന്നുകൊണ്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന, തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയൊക്കെ ആയിരിക്കും നെഗോഷിയേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസിഷണലിന്റെ ഉള്ളിലാണ് വരിക. അപ്പൊ പ്രധാനമായിട്ടും 3ആയിട്ട് തിരിക്കുക അല്ലെ. എങ്ങനെയൊക്കെയാ, ഇന്റർപേഴ്സണൽ, ഇൻഫോർമേഷണൽ, ഡിസിഷണൽ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ്. ഇന്റർപേഴ്സണലിന്റെ ഉള്ളിൽ ഫിഗർ ഹെഡ്, ലീഡർ, ലെയ്സൺ. ഇൻഫോർമേഷനിലെ ഉള്ളിൽ മോണിറ്റർ, ഡിസമിനേറ്റർ, സ്പോക്സ്മാൻ. ഡിസിഷണലിന്റെ ഉള്ളിൽ എന്റർപ്രണർ, ഡിസ്റ്റർബൻസ് ഹാൻഡലർ, റിസോഴ്സ് അലോക്കേറ്റർ, നെഗോഷിയേറ്റർ. ഓക്കെ. Then the managerial function of staffing is closely related to option D ആണ് റൈറ്റ് ആൻസർ, ഓർഗനൈസിങ്. ഓപ്ഷൻ ഡി is the right answer. ഓപ്ഷൻ ഡി, മാനേജറിയൽ ഫംഗ്ഷൻ ഓഫ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്ന് വെച്ചാൽ എന്താ, എല്ലാവരെയും ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള ആളെയൊക്കെ കണ്ടുപിടിക്കുക, എന്നിട്ട് അവിടെ നിയമിക്കുക എന്നുള്ളതാണ് സ്റ്റാഫിംഗ്. ഓക്കെ. ഒരുപാട് വർക്കേഴ്സ് ഉണ്ടാവും, ലൈക്ക് അവരൊക്കെ എന്ത് ചെയ്യും, ആ ജോലിക്ക് വേണ്ടി സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ആ ജോബിന് ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ആളുണ്ട്, അദ്ദേഹത്തെ ഞാൻ മാനേജറാക്കി. ബി എന്ന് പറയുന്ന ആളുണ്ട്, അദ്ദേഹത്തെ ഞാൻ സെയിൽസ്മാൻ ആക്കി. അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്യുന്നതിനാണ് സ്റ്റാഫിംഗ് എന്ന് പറയാം. ഇത് സ്റ്റാഫിംഗ് ഏറ്റവും കൂടുതൽ ഇതൊരു ഓർഗനൈസിങ് ഫംഗ്ഷൻ അല്ലേ ശരിക്കും പറഞ്ഞാൽ. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസിങ് അല്ലേ, കാരണം എല്ലാം കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ഫംഗ്ഷൻ അല്ലേ, എല്ലാ വർക്കേഴ്സിനെയും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ഫംഗ്ഷൻ അല്ലേ, ദാറ്റ് ഈസ് ഓർഗനൈസിങ് അല്ലേ. അതുകൊണ്ടാണ് സ്റ്റാഫിംഗ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഓർഗനൈസിംഗ് ആക്ടിവിറ്റീസിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് നോക്കാം. ഐഡന്റിഫിക്കേഷൻ, ഡിവിഷൻ ഓഫ് വർക്ക്, ഡിപ്പാർട്ട്മെന്റലൈസേഷൻ, അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ്, എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. ഇവിടെ നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഓർഗനൈസിംഗിന്റെ സ്റ്റെപ്സ് ഇങ്ങനെയൊക്കെയാണ് വരിക. ആദ്യം വർക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. ദെൻ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തിരിക്കാം. ഡിപ്പാർട്ട്മെന്റ് ഫോർ എക്സാമ്പിൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഓരോന്നായിട്ട് മാറ്റും. ദെൻ അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടി, ഓരോ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്ക് ഒരു ഡ്യൂട്ടി കൊടുക്കും, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്ക് ഒരു ഡ്യൂട്ടി കൊടുക്കും, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്ക് ഓരോ ഡ്യൂട്ടി കൊടുക്കും. ദെൻ അവസാനം എന്ത് ചെയ്യും, ഈ ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ്, പ്രോപ്പർ ബന്ധങ്ങൾ ഉണ്ടാവും. ഓക്കെ. ദാറ്റ് ഈസ് ആക്ച്വലി ഓർഗനൈസിംഗ്. Then, according to Henry Fayol, 6 types of quality that are required for managers. Which of them are included in this category? ഇതിന്റെ ആൻസർ വരിക ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ്. ഹെൻറി ഫയോൾ പറയുന്നത് 6 ക്വാളിറ്റീസ്, മാനേജേഴ്സിന് 6 ക്വാളിറ്റീസ് വേണമെന്നൊക്കെയാണ്. എന്തൊക്കെയാ? ഫിസിക്കൽ, മെന്റൽ, മോറൽ, എഡ്യൂക്കേഷണൽ, ടെക്നിക്കൽ, എക്സ്പീരിയൻസ്. ഇത്രയും ക്വാളിറ്റീസ് ഒരു മാനേജർക്ക് വേണം. ഫിസിക്കൽ പവർ വേണം. ഓക്കെ. കാണുമ്പം ഒരു മാനേജറാണെന്ന് തോന്നുന്നു, അദ്ദേഹം വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, അങ്ങനെയുള്ള ആളായിരിക്കണം. ദെൻ മെന്റലി അദ്ദേഹം സ്ട്രോങ് ആയിരിക്കണം, അതായത് ഇന്റലിജൻസ് ഒക്കെ വേണം. ദെൻ മോറൽ, മാതൃകാപരമായിട്ടുള്ള വ്യക്തിയായിരിക്കണം. എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. ടെക്നിക്കൽ ആക്ടിവിറ്റീസ്, കമ്പ്യൂട്ടേഴ്സ് നോളജ്, അങ്ങനെയുള്ള നോളജസ് ഒക്കെ വേണം. എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. ഇതൊക്കെയാണ് ഹെൻറി ഫയോൾ പറയുന്ന 6 ക്വാളിറ്റീസ് ഓഫ് മാനേജർ. ഇവിടെ ഓപ്ഷനിലും എല്ലാ ക്വാളിറ്റീസും പറയുന്നുണ്ട്. ഫിസിക്കൽ ഉണ്ട്, മെന്റൽ ഉണ്ട്, മോറൽ ഉണ്ട്. സോ ദ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്, ഇസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് തിയറീസ് ഡെവലപ്ഡ് ബൈ ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി ഡെവലപ്പ് ചെയ്തത്. ചിലപ്പോൾ ചോദിക്കാം അഡ്മിനിസ്ട്രേറ്റീവ് തിയറി ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. ഇറ്റ് ഈസ് ആക്ച്വലി ഹെൻറി ഫയോൾ. Then which of the method of training, duplicative work job conditions are duplicated with equipment and machine which are identical with those used at the workplace? On the job training, vestibule training, apprenticeship training, none of these. The answer is option B, vestibule training. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ എംപ്ലോയീസ് ലേൺ ഫ്രോം ദ ഫാക്ട് വിച്ച് ആർ ഫ്രം ആക്ച്വൽ എൻവയോൺമെന്റ്. ട്രെയിനിങ് ഓഫ് എയർലൈൻ പൈലറ്റ്സ് ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരാൾ ട്രെയിനിങ് തരാമെന്ന് വിചാരിക്കാം. അത് ശരിയായിട്ടുള്ള ആക്ച്വൽ സിറ്റുവേഷനിൽ തന്നെയാണ് തരുന്നത്. ആക്ച്വൽ സിറ്റുവേഷൻ മീൻസ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എയറോപ്ലെയിനിന് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. ഓക്കെ. നമുക്ക് എവിടുന്ന ട്രെയിൻ തരിക? ആ ഒരു വർക്കിൽ നിന്ന് തന്നെ ആയിരിക്കും ട്രെയിൻ തരിക. അതായത് എയർലൈൻ
പൈലറ്റ്സിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വിമാനത്താവളത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് ട്രെയിനിങ് കൊടുക്കുക, അല്ല എയർപോർട്ടിൽ നിന്ന് തന്നെയായിരിക്കും ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അതായത് ആക്ച്വൽ എവിടെയാണോ നമ്മൾ പണിയെടുക്കുന്നത് അവിടെ തന്നെ ആയിരിക്കും ട്രെയിനിങ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വർക്ക്ഷോപ്പിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ആ വർക്ക്ഷോപ്പിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ജോലി ചെയ്യുക, ആക്ച്വൽ എൻവിറോൺമെന്റിൽ തന്നെ ആയിരിക്കും ജോലി കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക. അതിനെയാണ് ഇവിടെ പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റിംഗ്. അതായത് സെയിം എൻവിറോൺമെന്റിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ദ ജോബ് കണ്ടീഷൻ. അതായത് നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രെയിൻ ചെയ്യിക്കുന്നത്. അതിനെയാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ദെൻ ചൂസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്. ശ്രദ്ധിക്കാം, ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. വെയിറ്റ്, സി ഫസ്റ്റ്. ഇവിടെ സ്റ്റെപ്പ് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് നീഡ് അനാലിസിസ് ആണ് വരിക, ദെൻ ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ, ദെൻ വാലിഡേഷൻ, ദെൻ ഇവാലുവേഷൻ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് നീഡ് അനാലിസിസ്, രണ്ടാമത്തെ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ ഡിസൈൻ, മൂന്നാമത്തെ സ്റ്റെപ്പ് വാലിഡേഷൻ, നാലാമത്തെ സ്റ്റെപ്പ് ഇവാലുവേഷൻ. ആദ്യം നമുക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ആദ്യം എത്രത്തോളം ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കണം, നീഡ് മനസ്സിലാക്കണം, ആവശ്യകത മനസ്സിലാക്കണം. ദെൻ രണ്ടാമത് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. ദെൻ അത് വാലിഡ് ആണോ എന്നുള്ള കാര്യം നോക്കണം. അതായത് ആ നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻ ഒക്കെ ഓക്കെ ആണോ, അതിൽ കൂടുതൽ കൊടുക്കേണ്ടതുണ്ടോ, അതൊക്കെ നോക്കണം. ദാറ്റ് ഈസ് വാലിഡേഷൻ. ദെൻ ഇവാലുവേഷൻ, നമ്മളിപ്പോൾ കൊടുത്ത കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാം. അതായത് അയാൾക്ക് പ്രൊമോഷൻ കൊടുക്കാനുള്ളതുണ്ടോ, അല്ലെങ്കിൽ അയാളെ ജോലിയിൽ അപ്പോയിന്റ് ചെയ്യാൻ ഓക്കെ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവാലുവേഷനിൽ വരുന്നത്. ഓക്കെ, ദിസ് വൺ നീഡ് അനാലിസിസ്, ഇൻസ്ട്രക്ഷൻ ഡിസൈൻ, വാലിഡേഷൻ, ഇവാലുവേഷൻ. സ്റ്റെപ്സ് തിരിച്ച് മറിച്ചൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി കറക്റ്റ് ഓർഡർ അറിയെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് എന്നാൽ നീഡ് അനാലിസിസ്, സെക്കൻഡ് വൺ എന്താ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. ആദ്യം ആവശ്യകത മനസ്സിലാക്കുക, ദെൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, ദെൻ വാലിഡ് ആണോ നോക്കുക, ദെൻ ഫൈനൽ സ്റ്റെപ്പ് ഈസ് ഇവാലുവേഷൻ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്. നമ്മൾ മുമ്പ് ചോദിച്ച ആ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് ഒന്നുകൂടെ പോകാം. ആക്ച്വൽ എൻവിറോൺമെന്റിൽ തന്നെ നമ്മൾ സ്റ്റഡി നടത്തുന്നതിന് എന്താ പറയാം, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയാം. ദെൻ ഹെൻറി ഫയോളിന്റെ 6 ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ജസ്റ്റ് നമ്മൾ റിവൈസ് ചെയ്യാണ്. ഫിസിക്കൽ, മെന്റൽ, മോറൽ, എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ എക്സ്പീരിയൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഓർഗനൈസേഷൻ സ്റ്റെപ്സ് എന്തൊക്കെയാണ്. ഓർഗനൈസേഷൻ സ്റ്റെപ്സ് വേണമെന്നില്ല. സ്റ്റാഫിംഗ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഓർഗനൈസിങ്. ദെൻ ഈ 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഹെൻറി മിൻസ്ബർഗിന്റെ മാനേജറിയൽ റോൾസ്. ഇന്റർപേഴ്സണൽ, ഇൻഫർമേഷണൽ, ഡിസിഷണൽ. ഇന്റർപേഴ്സണൽ എന്തൊക്കെയാ വരെ, ഫിഗർ ഹെഡ്, ലീഡർ, ലൈസൺ. ഇൻഫർമേഷണൽ എന്തൊക്കെയാ, മോണിറ്റർ, ഡിസമിനേറ്റർ, സ്പോക്സ്മാൻ. ഡിസിഷൻ മേക്കിംഗിൽ എന്റർപ്രണർ, ഡിസ്റ്റർബൻസ് ഹാൻഡലർ, റിസോഴ്സ് അലോക്കേറ്റർ, നെഗോഷിയേറ്റർ. ഓക്കെ, ജസ്റ്റ് റിവിഷൻ. പ്രോപ്പർ റിവിഷൻ ഈസ് വെരി മച്ച് നെസസറി ഗൈസ്. ദെൻ കണ്ടന്റ് സെക്ഷൻ. കണ്ടന്റ് സെക്ഷനിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ ബേസ് മുതൽ ഇവിടെ തുടങ്ങും. ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഫോർ ദ ഹെൻറി ഫയോൾ. ഹെൻറി ഫയോളിന്റെ ഒരു ബുക്ക് ഉണ്ട്, ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ചിലപ്പം ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എന്ന ബുക്സ് എഴുതിയത് ആര്, ഇസ് ആക്ച്വലി ഹെൻറി ഫയോൾ. ദെൻ ഓരോ നോക്കുക, 14 പ്രിൻസിപ്പിൾസ്. ഒന്നാമത് ഡിവിഷൻ ഓഫ് വർക്ക്. വർക്ക് നമ്മൾ എല്ലാവർക്കും എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു വർക്ക്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു വർക്ക്, അങ്ങനെ ഓരോരാൾക്കും വീതിച്ച് കൊടുക്കുന്നുള്ളതാണ് ഡിവിഷൻ ഓഫ് വർക്കിന്റെ അർത്ഥം. ദെൻ ഓരോരാൾക്കും അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കൊടുക്കും. ഓരോരാൾക്കും ഓരോ ഉത്തരവാദിത്തം ഉണ്ടാവും. നീ ഇന്ന ജോലി ചെയ്യണം, നീ ഇന്ന വർക്ക് ചെയ്യണം, ലൈക്ക് ദറ്റ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഗിവൺ. ദെൻ ഡിസിപ്ലിൻ, പ്രോപ്പർ ഡിസിപ്ലിൻ ഫോളോ ചെയ്യണം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ലൈക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അച്ചടക്കം, ഒരു മോറൽ, ഒരു എത്തിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. ദാറ്റ് ഈസ് ഡിസിപ്ലിൻ. ദെൻ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ലൈക്ക് കമാൻഡ് കൊടുക്കില്ലേ, നമ്മൾ ഒരു സൂപ്പർവൈസർ താഴെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഒരു കമാൻഡ് കൊടുക്കും, നിങ്ങൾ ഇവിടെയൊക്കെ ജോലി ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് അറ്റ് എ ടൈമിൽ നമ്മൾ ഒരാളുടെ അടുത്ത് മാത്രമേ ഡയറക്ഷൻ തേടുള്ളൂ. ഫോർ എക്സാമ്പിൾ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് വിചാരിക്കാം. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അതിനൊരു ഹെഡ് ഉണ്ടാവും. ആ ഹെഡിന്റെ അടുത്ത് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. ദാറ്റ് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഈ ഡയറക്ഷനിൽ പോകണം, നിങ്ങൾ ഇന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് ആക്ച്വലി യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ദെൻ ഇൻട്രസ്റ്റ്, താല്പര്യം വേണം, ജോലി ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായാൽ മാത്രമേ ജോലി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ റെമ്യൂണറേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള റെമ്യൂണറേഷൻ, അതായത് വേജ്, സാലറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവണം വർക്ക് ചെയ്യുന്നവർക്ക് അനുസരിച്ച്. സെൻട്രലൈസേഷൻ, ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ടാവും. ആ സെൻട്രൽ അതോറിറ്റി എന്ത് ചെയ്യും, അതിന് താഴെയുള്ള ആൾക്കാർ നമ്മളൊരു മെട്രിക്സ് ഓർഗനൈസേഷൻ പോലെ ആയിരിക്കും. ലൈക്ക് അതിന് താഴെ ഒരാൾ നിയന്ത്രിക്കാനുണ്ടാവും,
അതിൻ്റെ താഴെ കുറേ ആൾക്കാർ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പഞ്ചായത്തൊക്കെ ഇല്ലേ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും, അതിൻ്റെ താഴെ വൈസ് പ്രസിഡന്റ് ഉണ്ടാവും. അത് അവിടെ ഹെഡ് അതോറിറ്റി, സെൻട്രൽ അതോറിറ്റി ആരാ? പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ താഴെ വൈസ് പ്രസിഡന്റ് ഉണ്ടാവും, അതിൻ്റെ താഴെ മെമ്പേഴ്സ് ഉണ്ടാവും, വാർഡ് മെമ്പേഴ്സ് ഉണ്ടാവും, അങ്ങനെ ലൈക്ക് ഒരു സെൻട്രൽ അതോറിറ്റി അവിടെ ഉണ്ടാവും. സ്കാളർ ചെയിൻ ഇത് പറയുന്ന പോലെ തന്നെയാണ്, ഒരു ചെയിൻ പോലെ തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുക. ലൈക്ക് ഓരോ ചെയിൻ പോലെ, അതായത് ഒരാൾ ഹെഡ് ഉണ്ടാവും, അതിന് താഴെ വേറൊരാൾ ഉണ്ടാവും, ലൈക്ക് ഒരു ചെയിൻ പോലെയാണല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ ഒരു ചെയിൻ പോലെയാണ് ലൈക്ക് സ്കാളർ ചെയിൻ എന്ന് പറയുന്നത്. ഓർഡർ ഇക്വിറ്റി എന്നൊക്കെ പറയുന്നത് സിമ്പിൾ പോയിന്റ്സ് ആണ്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അതോറിറ്റി ഉണ്ടാവും, മുകളിലുള്ള ആൾ എന്ത് ചെയ്യും, താഴെയുള്ള ആൾക്കാർക്ക് ഓർഡർ പറയും, നിങ്ങൾ ഇത് ചെയ്യണം. ദാറ്റ് ഈസ് ഓർഡർ. ദെൻ ഇക്വിറ്റി, എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണണം, ആർക്കും പ്രത്യേകം താല്പര്യം കൊടുക്കാൻ വേണ്ടി പാടില്ല, എല്ലാവരെയും ഈക്വൽ ആയിട്ട് കണ്ട് പെരുമാറണം. സ്റ്റെബിലിറ്റി, സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകണം, കാര്യങ്ങളൊക്കെ സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകണം. സ്റ്റേബിൾ ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു വർഷം ഒരു 50,000 രൂപ ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം അത് 70,000 കൂട്ടാൻ വേണ്ടി ശ്രമിക്കണം. അതായത് സ്റ്റേബിൾ ആയി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ 50,000 ഒരു വർഷം ലാഭം ഉണ്ടായിട്ട് അടുത്ത വർഷം 30,000 കുറയരുത്. ദാറ്റ് ഈസ് സ്റ്റെബിലിറ്റി ഈസ് മെയിൻറ്റെയിൻ. ഇനീഷ്യേറ്റീവ് ആയിരിക്കണം, തിങ്കിങ് കേപ്പബിലിറ്റി ഉള്ള വ്യക്തി ആയിരിക്കണം. എസ്പിരിറ്റ് ഡീക്രോപ്സ്, ഇത് ഒരു വർഷം 2019 എനിക്ക് തോന്നുന്നത്. 2019 ചോദിച്ച ചോദ്യമാണിത്. യെസ്, 2019 ജൂൺ എക്സാമിലാണ് ചോദിച്ചത്. എസ്പിരിറ്റ് ഡീക്രോപ്സ്, ഇതിനർത്ഥം യൂണിറ്റി സ്ട്രെങ്ത്. നമ്മൾ ഒരു കാര്യം ഒരാൾ ചെയ്യുന്നത്, ഒരു കാര്യം ഒരു 10 പേര് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഒരു കാര്യം ഒരാൾ ചെയ്യുന്നതും ഒരു കാര്യം 10 പേര് ചെയ്യുകയാണെങ്കിലും ഏതായിരിക്കും കൂടുതൽ എളുപ്പം? ഒരു കാര്യം 10 പേര് ചെയ്യുമ്പോഴായിരിക്കും അല്ലേ? ഫോർ എക്സാമ്പിൾ ഒരു കിണർ കുഴിക്കുകയാണെങ്കിൽ 10 പേര് ഒരുമിച്ച് കിണർ കുഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ചിലപ്പോൾ ഒരു 5 ദിവസം കൊണ്ട് കിണർ കുഴിക്കാൻ വേണ്ടി പറ്റും. അതേസമയം ഒരാൾ മാത്രമാണ് കിണർ കുഴിക്കുന്നെങ്കിലും അത് ചിലപ്പോൾ 100-150 ദിവസം എടുക്കും. ലൈക്ക് യൂണിറ്റി എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുക. ദാറ്റ് ഈസ് എസ്പിരിറ്റ് ഡീക്രോപ്സ്. ശ്രദ്ധിക്കാം ഏതൊക്കെ പ്രിൻസിപ്പിളാണ് ഉള്ളത്. 14 പ്രിൻസിപ്പിൾ: ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, ഇൻട്രസ്റ്റ്, റെമ്യൂണറേഷൻ, സെൻട്രലൈസേഷൻ, സ്കാളർ ചെയിൻ, ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ടെനർ, ഇനീഷ്യേറ്റീവ്, എസ്പിരിറ്റ് ഡീക്രോപ്സ്. ദെൻ സയന്റിഫിക് മാനേജ്മെന്റ് കൊണ്ടുവന്നാരെ FW ടൈലർ, ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ, അതാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താ? ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ, ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നു. അതായത് നമ്മളിവിടെ നേരത്തെ കണ്ട പ്രിൻസിപ്പിൾസ് ഒക്കെ ഹ്യൂമൻ പ്രിൻസിപ്പിൾസ് ആണ്. ഇവിടെ പറയുന്ന സയൻസിന് കൂടുതൽ പ്രാധാന്യം നൽകണം എന്നാണ് പറയുന്നത്. സയൻസിന് കൂടുതൽ പ്രാധാന്യം നൽകണം. നോക്കാം, റീപ്ലേസ് ദ റൂൾ ഓഫ് തമ്പ് വിത്ത് സയൻസ്. നമ്മൾ പണ്ടുണ്ടായിരുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഒരാളെ ജഡ്ജ് ചെയ്യും, ഞാൻ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പം എൻ്റെ മേഖല ചിലപ്പോൾ തെറ്റാം, എൻ്റെ ജഡ്ജ്മെന്റ് ചിലപ്പോൾ തെറ്റാം, റോങ് ആയിരിക്കാം. അതാണ് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റ് റോങ് ആവാം. പക്ഷെ ഞാനിപ്പോൾ എനിക്കൊരാളെ ഇഷ്ടമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഞാൻ കൂടുതൽ എന്ത് ചെയ്യും? പൊക്കി പറയും. അപ്പോൾ എൻ്റെ ജഡ്ജ്മെന്റ് അവിടെ ചിലപ്പോൾ റോങ് ആയി. കാരണം ശരിക്കും അയാൾ ചിലപ്പോൾ അത്ര നല്ല ആളാവണമെന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ജഡ്ജ്മെന്റ് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പൊക്കി പറയുന്നത്. പക്ഷെ നമ്മളിത് സയൻസ് രൂപത്തിൽ ഒരാളെ അളക്കുകയാണെങ്കിലോ നമുക്ക് കൂടുതൽ കറക്റ്റ് കിട്ടാൻ വേണ്ടി വരും. അതായത് റൂൾ ഓഫ് തമ്പ് ഒഴിവാക്കിയിട്ട്, റൂൾ ഓഫ് തമ്പ് മീൻസ് ജഡ്ജ്മെന്റ് ഒഴിവാക്കിയിട്ട്, ഒരാളെ ജഡ്ജ് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് സയൻസ് അവിടെ ഉപയോഗിക്കാനാണ് പറയുന്നത്. ദെൻ ഹാർമണി, പ്രൊമോട്ട് ടീം വർക്കിനെ പ്രൊമോട്ട് ചെയ്യാം. ദെൻ കോഓപ്പറേഷൻ, അതും ടീം വർക്ക് തന്നെയാണ് പറയുന്നത്. കോഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സഹകരണം, എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം. ദെൻ ഫുള്ളർ കപ്പാസിറ്റി, മാക്സിമം നിങ്ങൾക്കുള്ള കപ്പാസിറ്റി ഇതിൽ എത്രയുണ്ടോ അത്രയും നിങ്ങൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. നിങ്ങൾ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴായാലും നിങ്ങളുടെ മാക്സിമം കപ്പാസിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുക, മാക്സിമം റിസൾട്ട് ഉണ്ടാക്കുക. അതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. മാക്സിമം റിസൾട്ട് ഉണ്ടാക്കുക. ദെൻ ടെക്നിക്സ് ഫോർ സയന്റിഫിക് മാനേജ്മെന്റ്, ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. വർക്ക് സ്റ്റഡി, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, സ്റ്റാൻഡർഡൈസേഷൻ, സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് പ്ലാൻ, മെന്റൽ റിവല്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ള ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റിൽ വരിക. ടെക്നിക്സും പ്രിൻസിപ്പിൾസും വേറെയാണ്. ചിലപ്പോൾ ക്വസ്റ്റനിൽ ടെക്നിക്സ് എന്ന് ചോദിച്ചിട്ട് പ്രിൻസിപ്പിൾ തരാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ടെക്നിക്സിന്റെ ഉള്ളിൽ ഏതൊക്കെയാണ്? വർക്ക് സ്റ്റഡി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരിക. വർക്ക് സ്റ്റഡിയിൽ എന്തൊക്കെയാണ് വരിക? മെത്തേഡ് സ്റ്റഡി, ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി. ഫോർ എക്സാമ്പിൾ മെത്തേഡ് സ്റ്റഡി നോക്കാം. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങൾ സ്റ്റഡി ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്ന മെത്തേഡ് ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതാണ് മെത്തേഡ് സ്റ്റഡിയിൽ പറയുന്നത്. ബെസ്റ്റ് വേ. ദെൻ ടൈം സ്റ്റഡി നോക്കാം. ഇത്ര ടൈമിനുള്ളിൽ നിങ്ങൾ ഇത് ജോലി തീർക്കണം. ഫോർ എക്സാമ്പിൾ 4 മണിക്കൂറാണെങ്കിൽ 4 അവേഴ്സിനുള്ളിൽ നിങ്ങൾ ഈ ജോലി കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ 8 അവേഴ്സ് ആണെങ്കിൽ 8 അവേഴ്സിനുള്ളിൽ നിങ്ങൾ ഈ ജോലി കംപ്ലീറ്റ് ചെയ്യണം. മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനെസസറി മൂവ്മെന്റ്സ് ആൻഡ് റിഡ്യൂസ് വേസ്റ്റേജ്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം? വേസ്റ്റേജ് ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ജോലി ചെയ്യുന്ന സമയത്ത് വെറുതെ സംസാരിക്കാതിരിക്കുക. ലൈക്ക് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. ലൈക്ക് അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. ദാറ്റ് ഈസ് മോഷൻ സ്റ്റഡി.
ദെൻ ഫാറ്റിക് സ്റ്റഡി, നിങ്ങൾക്ക് എത്രത്തോളം റെസ്റ്റ് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. റെസ്റ്റ് ഇത്ര ടൈം റെസ്റ്റ് എടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫാറ്റിക് സ്റ്റഡിയിൽ വരിക. ഓക്കെ. ദെൻ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് നോക്കാം. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, അഡ്മിനിസ്ട്രേറ്റീവ് റെസിഗ്നേഷൻ ബൈ ടൈലർ. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഈസ് ആൻ എഫക്റ്റീവ് വർക്കർ മാനേജ്മെന്റ് കൺസെപ്റ്റ് പോസ്റ്റ്ലേറ്റഡ് ബൈ ടൈലർ. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് മീൻസ് 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇത് എ ആണ്, പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ്. പ്ലാൻ ചെയ്യേണ്ട ആൾക്കാർ ആരൊക്കെ, പ്രൊഡക്ഷൻ ചെയ്യേണ്ട ആൾക്കാർ ആരൊക്കെ, അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്ലാൻ ചെയ്യേണ്ട ആൾക്കാർ ആരൊക്കെയാണ്? റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഷോപ്പ് ഡിസിപ്ലിനറി. ശ്രദ്ധിക്കാം, റൂട്ട് ക്ലർക്ക് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു ഉൽപ്പാദനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 400 കിലോഗ്രാം ആണ് നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ. അപ്പോൾ അവിടെ ഒരു റൂട്ട് ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. ആദ്യം കരിമ്പ് എടുക്കണം, ദെൻ കരിമ്പ് അത് പഞ്ചസാരയാക്കി മാറ്റണം, അങ്ങനെ ലൈക്ക് ദാറ്റ്. ഒരു റൂട്ട് തീരുമാനിക്കുന്ന ആളാണ് റൂട്ട് ക്ലർക്കിൽ വരിക. ഇൻസ്ട്രക്ഷൻ, വേണ്ട രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ, നീ അത് ചെയ്യണം, നീ ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആളാണ് ഇൻസ്ട്രക്ഷൻ ക്ലർക്ക്. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഇത്ര ടൈമിനുള്ളിൽ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യണം, അതാണ് ഇത്ര ചിലവ് മാത്രമേ ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ. ദാറ്റ് ഇസ് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്. ഷോപ്പ് ഡിസിപ്ലിനറി മീൻസ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു സിസ്റ്റമാറ്റിക് വേയിലൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ, ഈ ടൈമിലൊക്കെ നിങ്ങൾ ഇവിടെ എത്തണം, ഈ ഒരു ടൈമിലൊക്കെ നിങ്ങൾ ഇത് ചെയ്യണം, ലൈക്ക് ഒരു ഡിസിപ്ലിൻ അവിടെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഷോപ്പ് ഡിസിപ്ലിനറി എന്ന് പറയാൻ വേണ്ടി പറ്റും. ഈ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഗാങ് ബോസ്, അറേഞ്ച്മെന്റ് ഓഫ് വർക്കേഴ്സ്, മെഷീനറി എവിടെയൊക്കെയാണ് വെക്കേണ്ടതെന്ന് അറേഞ്ച് ചെയ്യുക, അതേപോലെ തന്നെ വർക്കേഴ്സിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, ദാറ്റ് ഇസ് ഗാങ് ബോസ്. ദെൻ സ്പീഡ് ബോസ്, ഇത്ര സ്പീഡിനുള്ളിൽ നിങ്ങൾ വർക്ക് ചെയ്യണം, ഡിലേ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. റിപ്പയർ ബോസ്, എന്തെങ്കിലും മെഷീനൊക്കെ കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി റിപ്പയർ ബോസ് ഉണ്ടാവും. ദെൻ ഇൻസ്പെക്ടർ, ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആരുണ്ടാവും? ഇൻസ്പെക്ടർ ഉണ്ടാവും. ദെൻ സ്റ്റാൻഡർഡൈസേഷൻ, സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്, മൂന്നാമത്തെ കാര്യമാണ്. അതായത് FW ടൈലറുടെ ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റിൽ ഒന്നാമത്തെ എന്താ? വർക്ക് സ്റ്റഡി. രണ്ടാമത്തെ എന്താ? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ദെൻ മൂന്നാമത്തെ എന്താ? സ്റ്റാൻഡർഡൈസേഷൻ, സിംപ്ലിഫിക്കേഷൻ വർക്ക്. വർക്ക്സ് ഒക്കെ കുറച്ചുകൂടെ സിമ്പിൾ ആക്കുക, സയൻസ് ഉപയോഗിച്ച് വർക്കൊക്കെ കുറച്ച് സിമ്പിൾ ആക്കുക എന്നുള്ളതാണ് സ്റ്റാൻഡർഡൈസേഷൻ, സിംപ്ലിഫിക്കേഷൻ വർക്കിൽ പറയുന്നത്. ദെൻ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് എത്രയാണോ കൂലി, അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ 100 കിലോ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് നമ്മളിവിടെ കൂലി കൊടുക്കുക. 100 കിലോ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 500 രൂപ, 200 കിലോ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 1000 രൂപ, അങ്ങനെ കൂലിക്കനുസരിച്ച്, അതായത് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂലി തരാം. ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ടൈമിനനുസരിച്ചല്ല, നിങ്ങൾ ഇത്ര ടൈം വർക്ക് ചെയ്താൽ പൈസ തരുമെന്നല്ല ഇവിടെ പറയുന്നത്. ഡിഫറൻഷ്യൽ പീസ് റേറ്റിന് ഡിഫറൻസ് ആണ്. അതായത് നിങ്ങൾ കൂടുതൽ സ്കില്ലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റും, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്യാഷ് കിട്ടും. ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്, നിങ്ങൾ ഉണ്ടാക്കുന്ന ഔട്ട്പുട്ടിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ക്യാഷ് കിട്ടും. ദെൻ മെന്റൽ റെവല്യൂഷൻ, മാനേജ്മെന്റിന്റെയും വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു മെന്റൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, അതാണ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. സയൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് അഡ്വാൻസ്ഡ് ആക്കുക എന്നുള്ളതാണ്. അതാണ് മെന്റൽ റെവല്യൂഷൻ എന്നതുകൊണ്ട് പറയുന്നത്. ദെൻ മോട്ടിവേഷണൽ തിയറിയിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ മോട്ടിവേഷണൽ തിയറി, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം, ഒന്നുകൂടെ ഞാൻ പറയാം. ജസ്റ്റ് മെമ്മറൈസ്, റിവിഷൻ ആണ്, ജസ്റ്റ് റിവൈസ്. ഇവിടെ ശ്രദ്ധിക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റിൽ ഏതൊക്കെ വരിക? റീപ്ലേസ് ദ റൂൾ ഓഫ് തമ്പ് വിത്ത് സയൻസ്. Then harmony, cooperation, not individualism. Which of the following is not included in the scientific management principles? ഒക്കെ ചോദ്യം ചോദിക്കാം. Then fuller capacity utilization, maximum output. Then techniques നോക്കുക, work study, functional foremanship, standardization, simplification of work, differential piece rate plan, mental revolution. Okay. Then motivational theories. മാസ്ലോയുടെ നീഡ് ഹയറാർച്ചി തിയറി എല്ലാവർക്കും അറിയുന്ന ഒരു തിയറിയാണ്. നമുക്ക് കുറച്ച് നീഡ്സ് ഉണ്ട് അല്ലേ, ലൈക്ക് ഇതൊരു പിരമിഡ് രൂപത്തിലാണ് ഉണ്ടാവുക. ഏറ്റവും താഴെ ഏതാ? നമ്മുടെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ നീഡ്സ്, അതായത് നമുക്ക് ഫുഡ് വേണം, ഷെൽട്ടർ, വീട് വേണം, പാർപ്പിടം വേണം, അതൊക്കെയാണ് ഏറ്റവും താഴെക്കിടയിലുള്ള നീഡ്സ്, ഫിസിയോളജിക്കൽ നീഡ്സ്. രണ്ടാമത്തെ നീഡ്സ് ഏതാ? സെക്യൂരിറ്റി നീഡ്സ് അല്ലെങ്കിൽ സേഫ്റ്റി നീഡ്സ് എന്ന് പറയും. ജോബ് സെക്യൂരിറ്റി വേണം, പെൻഷൻ വേണം, അങ്ങനെയുള്ള സെക്യൂർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. മൂന്നാമത്തെ എന്താ? സോഷ്യൽ നീഡ്സ്, അഫെക്ഷൻ, അക്സെപ്റ്റൻസ്, ഫ്രണ്ട്ഷിപ്പ്, ലവ്, അഫെക്ഷൻ, അതായത് നമുക്കൊരു എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പ്, നല്ല പ്രോപ്പർ രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം, അതേപോലെ തന്നെ അങ്ങനെയുള്ള സൊസൈറ്റിയുമായി ബന്ധം ഇന്ററാക്ഷൻസ് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയാണ് അത് പറയുന്നത്. എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും തിരിച്ച് ഇങ്ങോട്ട് റെസ്പെക്ട് കിട്ടാനുള്ള ജോലി നമ്മൾ കണ്ടെത്തണം, അങ്ങനെയൊക്കെയാണ് എസ്റ്റീം നീഡ്സിൽ പറയുന്നത്. റെക്കഗ്നിഷൻ, മറ്റുള്ള ആൾക്കാർ നമ്മളെ തിരിച്ചറിയണം. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ, ഒരാൾക്ക് ആകാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും മാക്സിമം ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് ഏറ്റവും ആവാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും ഉയർന്ന പൊസിഷനിലെ, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഹേഴ്സ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി.
2 ഫാക്ടറാണ് പ്രധാനമായിട്ടുള്ളത്. മോട്ടിവേഷണൽ ഫാക്ടേഴ്സും അതേപോലെ തന്നെ ഹൈജീൻ ഫാക്ടേഴ്സും. മോട്ടിവേഷണൽ ഫാക്ടേഴ്സും ഹൈജീൻ ഫാക്ടേഴ്സും. അതായത് ഒരാൾക്ക് മോട്ടിവേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ വേണം? അച്ചീവ്മെന്റ്, ഒരാൾ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കണം, റെക്കഗ്നൈസ്, മറ്റൊരാൾ നമ്മളെ തിരിച്ചറിയണം, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം കൊടുക്കണം, അഡ്വാൻസ്മെന്റ് കൊടുക്കണം. അഡ്വാൻസ്മെന്റ് മീൻസ് അത് ഉത്തരവാദിത്തം തന്നെയാണ്. പോസിബിലിറ്റി ഓഫ് പേഴ്സൺ ഗ്രോത്ത്, ഒരാളെ വളരാൻ വേണ്ടിയിട്ട് അനുവദിക്കണം. അദ്ദേഹത്തിന്റെ വർക്കൊക്കെ അദ്ദേഹത്തിന് വേണ്ടി അസൈൻ ചെയ്ത് കൊടുക്കണം. അതായത് ഒരാളെ ഇങ്ങനെയൊക്കെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ സഹിതം പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ റെക്കഗ്നീഷൻ, ഞാനൊരു എക്സാമ്പിൾ പറയാം, അല്ലെങ്കിൽ അച്ചീവ്മെന്റിനും റെക്കഗ്നീഷനും കൂടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. മോട്ടിവേഷണൽ ഫാക്ടേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ നന്നായിട്ട് വർക്ക് ചെയ്തു. സാധാരണ 400 kg ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ അയാളുടെ മിടുക്ക് കാരണം ഒരു പ്രാവശ്യം 1000 kg പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റി, 1000 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ അയാളുടെ മിടുക്കൊണ്ടാണ് 1000 kg പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് ഒരു ട്രോഫി കൊടുക്കണം എന്ന് വിചാരിക്കുക. ട്രോഫി കൊടുക്കണം, ദിസ് ഈസ് എ മോട്ടിവേഷൻ. അദ്ദേഹത്തിന് ഒരു ട്രോഫി കൊടുക്കണം, കാരണം കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന്റെ റെക്കഗ്നിഷൻ, അദ്ദേഹത്തിനെ തിരിച്ചറിയപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അച്ചീവ്മെന്റ് ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ആ ഒരു ട്രോഫി കൊടുത്തത്. ദിസ് വൺ ഈസ് ആക്ച്വലി കോൾഡ് മോട്ടിവേഷണൽ ഫാക്ടർ. ഇതിനെയാണ് മോട്ടിവേഷണൽ ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ ഹൈജീൻ ഫാക്ടർ നോക്കാം. ഹൈജീൻ ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ഫാക്ടേഴ്സ് ഇല്ല എങ്കിൽ നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്ന പറയുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ കമ്പനിയുടെ പോളിസി, ടെക്നിക്കൽ, ഒരാൾ നമ്മൾ നോക്കാനില്ല എങ്കിൽ, ടെക്നിക്കൽ സൂപ്പർവിഷൻ ഇല്ല എങ്കിൽ, സാലറി ഇല്ല എങ്കിൽ, ജോബ് സെക്യൂരിറ്റി ഇല്ല എങ്കിൽ, സ്റ്റാറ്റസ് ഇല്ല എങ്കിൽ, പേഴ്സണൽ ലൈഫ് ഒരു സുഖമില്ല എങ്കിൽ, ലൈക്ക് പേഴ്സണൽ ലൈഫ്, അതായത് നമുക്ക് ഫുൾ സ്ട്രെസ് ആണെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതായത് ഹൈജീൻ ഫാക്ടർ ഇല്ല എങ്കിൽ നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ സാലറി ഇല്ല എങ്കിൽ നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. സാലറി ഇല്ല എങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതാണ് പറയുന്നത് ഇവിടെ ഹൈജീൻ ഫാക്ടർ. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഹൈജീൻ ഫാക്ടർ, ഹൈജീൻ ഫാക്ടർ ഇല്ല എങ്കിൽ നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷന് കാരണമാവും. അതേസമയം മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഇല്ല എങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ മോട്ടിവേഷൻ കുറയും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈജീൻ ഫാക്ടർ ഇല്ലെങ്കിൽ, ഇപ്പം ഹൈജീൻ എന്ന് പറഞ്ഞാൽ ബേസിക് ഫാക്ടർ, സാലറി, വർക്ക് കണ്ടീഷൻ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹൈജീൻ ഫാക്ടർ ഇല്ല എങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ദെൻ എക്സ് ആൻഡ് വൈ തിയറി. MC ഗ്രിഗർ ഡെവലപ്പ് ചെയ്ത എക്സ് ആൻഡ് വൈ തിയറി. ഗ്രിഗർ. ദെൻ നോക്കാം തിയറി എക്സ് ആൻഡ് തിയറി വൈ. തിയറി എക്സ് പ്രകാരം പറയുന്നത്, ശ്രദ്ധിക്കുക, ഇത്ര മാത്രമേ ഉള്ളൂ. തിയറി എക്സ് പ്രകാരം വർക്കേഴ്സ് ഒക്കെ ലേസി ആയിരിക്കും, മടിയന്മാരായിരിക്കും. തിയറി എക്സ് പറയുന്നത് എങ്ങനെയാണ്? വർക്കേഴ്സ് ഒക്കെ ലേസി ആയിരിക്കും, മടിയന്മാരായിരിക്കും. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു പവർ ഉപയോഗിക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. പവർ ഈസ് സുപ്രീം. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. അതായത് സ്ട്രിക്റ്റ് ആവണം. വർക്കേഴ്സ് ഒക്കെ മടിയന്മാരായതുകൊണ്ട് അവിടെ ഒന്ന് നമ്മൾ സ്ട്രിക്റ്റ് ആവണം, അവിടെ പവർ ഉപയോഗിക്കണം. അത് മാത്രമാണ് തിയറി എക്സിൽ പറയുന്നത്. തിയറി വൈയിലാണെങ്കിലോ വർക്കേഴ്സ് ഒക്കെ ആക്റ്റീവാണ്. അതുകൊണ്ട് നമുക്ക് ഒരു കോഓപ്പറേഷൻ, വർക്കേഴ്സുമായിട്ട് ഒരു മാന്യമായ രീതിയിൽ പോവാം. തിയറി എക്സ് പ്രകാരം വർക്കേഴ്സ് ഒക്കെ മടിയന്മാരാണ്, അവിടെ പവർ ഉപയോഗിക്കണം. തിയറി വൈ നമ്മൾ വർക്കേഴ്സ് ഒക്കെ ആക്റ്റീവാണ്, എനർജറ്റിക് ആണ്, സ്വന്തം നിലയിൽ വർക്കേഴ്സിനൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഗൈഡൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു കോഓപ്പറേഷൻ, നല്ല സഹകരണ മനോഭാവത്തിൽ മുന്നോട്ട് പോകാം. എന്താണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ എന്ന് പറയുന്നത്. ദെൻ അച്ചീവ്മെന്റ് തിയറി. മക്ലലാൻഡ് ഡെവലപ്പ് ചെയ്ത ഒരു തിയറിയാണ് അച്ചീവ്മെന്റ് തിയറി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന 3 തരത്തിലുള്ള നീഡ്സ്, ആവശ്യങ്ങളുണ്ട് നമുക്ക്. ഒന്ന് പവർ, അധികാരം വേണം. അധികാരം വേണം, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടാമത്തെ നീഡ് ഫോർ അഫിലിയേഷൻ, ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. ലവ്, അഫെക്ഷൻ, ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറയുന്നത്. നീഡ് ഫോർ അച്ചീവ്മെന്റ്, എന്തെങ്കിലും നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പവർ വേണം. അപ്പൊ ഈ 3 കാര്യങ്ങൾ വേണം ഉണ്ടെങ്കിൽ മാത്രമേ അച്ചീവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്? മക്ലലാൻഡ് പറഞ്ഞത്. ദെൻ ഫിഫ്ത്ത് വൺ, ERG തിയറി. ഈ ERG തിയറി ക്ലൈറ്റൺ ആൽഡഫർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഡെവലപ്പ് ചെയ്തത്. ERG മീൻസ് എക്സിസ്റ്റൻസ്, നിലനിൽപ്പ് വേണം. നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്താ? ഫിസിയോളജിക്കൽ, അതായത് ഫുഡ് വേണം, ഷെൽട്ടർ വേണം, വീട് വേണം, പാർപ്പിടം വേണം, അതേപോലെ തന്നെ ഭക്ഷണം വേണം. ഇതൊക്കെയാണ് എക്സിസ്റ്റൻസ്, ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്ന് പറയുന്നത്. ദെൻ റിലേറ്റഡ്നെസ്, റിലേഷൻഷിപ്പാണ്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. ദെൻ G എന്താ? ഗ്രോത്ത്, വളരാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ വേണം. ഒരാൾക്ക് മുന്നോട്ട് പോകാൻ, വളരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനുള്ള എൻവിറോൺമെന്റ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസിന് ഒരുപാട് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതിനാൽ പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത്. ലൈക്ക് ദാറ്റ് എല്ലാവർക്കും വളരാനുള്ള ഇക്വാലിറ്റി കൺസെപ്റ്റിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. റീഇൻഫോഴ്സ്മെന്റ് തിയറി, BF സ്കിന്നർ, സിമ്പിൾ തിയറിയാണ്.
ഫോർ എക്സാമ്പിൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നന്നായിട്ട് ജോലി എടുത്ത ആളുടെ തോളിൽ തട്ടിയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഓൾ ദ ബെസ്റ്റ്, കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയുന്നതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിക്കാം, ലൈക്ക് ദാറ്റ് നീ വർക്ക് എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത്, ലൈക്ക് ഒരു മുഖമൊക്കെ കാണിച്ച് പേടിപ്പിക്കുക, ലൈക്ക് ദാറ്റ്, അതിനാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം. ദെൻ പണിഷ്മെന്റ് ആൻഡ് എക്സ്റ്റിങ്ഷൻ മേ ബി സെയിം. പണിഷ്മെന്റ് അതായത് ലേറ്റ് ആയി എക്സ്റ്റിങ്ഷനും ഏകദേശം സെയിം ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് ലേറ്റ് ആയി വന്നു കഴിഞ്ഞാൽ പണിഷ് കൊടുക്കുക, എക്സ്റ്റിങ്ഷൻ കൊടുക്കുക, ലൈക്ക് പണിഷ്മെന്റ് തന്നെയാണ് എക്സ്റ്റിങ്ഷനും വരുന്നത്. അതായത് ഇപ്പം ലേറ്റ് ആയി വന്നു കഴിഞ്ഞാൽ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാറില്ല ഡിഫൻസിലൊക്കെ ഉള്ളവരോട് ഒരു 10 റൗണ്ട് ഓടാൻ വേണ്ടി പറയാം, ലൈക്ക് ദാറ്റ് പണിഷ്മെന്റ്. ഓക്കെ, ദെൻ എക്സ്പെക്റ്റൻസി തിയറി, വാലൻസ്, എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെന്റാലിറ്റി, ഈ 3 കാര്യങ്ങളാണ് എക്സ്പെക്റ്റൻസി തിയറി വിക്ടർ ബ്രൂം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഡെവലപ്പ് ചെയ്തത്. ദെൻ ഇവിടെ നോക്കാം, വാലൻസ്, നമുക്കൊരു ഒബ്ജക്റ്റീവ് വേണം, ലക്ഷ്യം വേണം, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഞാനിപ്പോൾ പ്രതീക്ഷിക്കാൻ നിങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യണം, ദാറ്റ് ഈസ് എക്സ്പെക്റ്റൻസി. നിങ്ങളുടെ എക്സ്പെക്റ്റൻസി എന്താ? നെറ്റ് ക്വാളിഫൈ ചെയ്യണം. ഇൻസ്ട്രുമെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഔട്ട്കം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും, ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾക്ക് ആദ്യം ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അതിനെ വാലൻസ് എന്ന് പറയാം. ദെൻ എക്സ്പെക്ട്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നല്ലൊരു ഔട്ട്കം ഉണ്ടായി. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി വാലൻസ്, എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെന്റാലിറ്റി. ഈ 3 ഘടകങ്ങളാണ് എക്സ്പെക്റ്റൻസി തിയറി ഓഫ് മോട്ടിവേഷനിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഗോൾ സെറ്റിംഗ് തിയറി, എഡ്വിൻ ലോക്കെ. ഇതിൽ സിമ്പിൾ തിയറിയാണ്. നമ്മൾ നന്നായിട്ട് ഒരു ഓർഗനൈസേഷൻ പ്രോപ്പർ ഗോൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് മാത്രമേ ഇവിടെ പറയുന്നത്. Goal difficulty, specificity, acceptance and commitment compared to determine an individual goal directed behavior. That means ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്പെസിഫിസിറ്റി, കറക്റ്റ് ആയിട്ട് പറയണം, ഇന്ന ഗോൾ ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഗോൾ ആയിരിക്കണം. അതൊക്കെയാണ് ഗോൾ സെറ്റിംഗ് തിയറിയിൽ പറയുന്നത്. ഓക്കെ, ദെൻ ഇൻസെന്റീവ് പ്ലാൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെയൊക്കെ നമുക്ക് വർക്കേഴ്സിന് ഇൻസെന്റീവ് കൊടുക്കാൻ വേണ്ടി പറ്റും? എക്സ്ട്രാ വർക്ക് ചെയ്യുന്ന, നമ്മളിപ്പോൾ പറയാറില്ലേ രാത്രിയും പകലെന്നില്ലാതെ അവൻ വർക്ക് ചെയ്തു, അപ്പോൾ അവന് കൂടുതൽ ഇൻസെന്റീവ് കിട്ടി, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ, ലൈക്ക് ദാറ്റ്. അപ്പം ജസ്റ്റ് അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. മോട്ടിവേഷണൽ തിയറീസ് ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് ജസ്റ്റ് നെയിംസും അത് ഡെവലപ്പ് ചെയ്ത ആൾക്കാരൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. മാസ്ലോയുടെ നീഡ് ഹയറാർച്ചി തിയറി, ദെൻ ഹേഴ്സ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി, മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ആൻഡ് ഹൈജീൻ ഫാക്ടേഴ്സ്. ഹൈജീൻ ഫാക്ടേഴ്സിന്റെ അഭാവം ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കും. ദെൻ എക്സ് ആൻഡ് വൈ തിയറി മക്ഗ്രിഗർ, ദെൻ അച്ചീവ്മെന്റ് തിയറി മെക്ലെലാൻഡ്, ദെൻ ERG തിയറി ക്ലൈറ്റൺ ആൽഡോഫർ, ദെൻ റീഇൻഫോഴ്സ്മെന്റ് തിയറി B.F. സ്കിന്നർ, എക്സ്പെക്റ്റൻസി തിയറി വിക്ടർ ബ്രൂം, goal setting theory Edwin Locke. Then incentive plans, Halsey plan. It is an American plan originated by F.A. Halsey to encourage efficiency amongst workers as well as guarantee the wages according to time basis. But a standard time, for example, 4 മണിക്കൂറിനുള്ളിൽ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 4 മണിക്കൂറാണ്. ഞാൻ ഇവിടെ എക്സാമ്പിളാണ് പറയുന്നത്, ഞാൻ എൻ്റെ ഇമാജിനറിയാണ് പറയുന്നത്. ഈ തിയറി പ്രകാരമുള്ളതല്ല ഞാൻ പറയുന്നത്, ഞാൻ ഇമാജിനറി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഇത്ര മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ക്യാഷ് തരാം. ദാറ്റ് ഈസ് ആക്ച്വലി ഹാൾസി പ്ലാൻ. ടൈം ബേസിസിലാണ്, ഇവിടെ ശ്രദ്ധിക്കുക, ടൈം ബേസിസിലാണ്. നിങ്ങൾ ഇത്ര മണിക്കൂറിനുള്ളിൽ ജോലി കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര ക്യാഷ് ഞങ്ങൾ തരും. റോവൻ പ്ലാൻ, ജെയിംസ് റോവൻ ആൻഡ് ഡേവിഡ് റോവൻ ആൻഡ് സൺസ് ഓഫ് ഇംഗ്ലണ്ട്, സെയിം ആസ് ഹാൾസി പ്ലാൻ, ദാറ്റ് ഈസ് ഗെറ്റ് ബോണസ് സം ഡിഫറൻസ് ഇൻ കാൽക്കുലേഷൻ ഓഫ് ബോണസ്. അതായത് നമ്മുടെ ഹാൾസി പ്ലാൻ പോലെ തന്നെയാണ് ടൈമിനനുസരിച്ച്, അതായത് ഇത്ര ടൈമിനുള്ളിൽ നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ബോണസ് അല്ലെങ്കിൽ ഇൻസെന്റീവ് കിട്ടും. പക്ഷേ ചെറിയ വ്യത്യാസങ്ങൾ അതിന്റെ കാൽക്കുലേഷനിൽ മാത്രമേ ഉള്ളൂ. ഹാൾസി പ്ലാൻ ആൻഡ് റോവൻ പ്ലാൻ അക്കോർഡിംഗ് ടു ടൈം ബേസിസ്. ദെൻ ടൈലർ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഇവിടെ നമ്മൾ ടൈം അല്ല, ഔട്ട്പുട്ട് ബേസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിരിക്കും. ക്വാണ്ടിറ്റി ബേസ്, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പം എന്താ പറയുക, നിങ്ങൾ ഇത്ര കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 400 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ തരാം. നിങ്ങൾ 1000 കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ തരാം. ലൈക്ക് ദാറ്റ്. അങ്ങനെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ വരുന്നത്. അത് എന്ത് ബേസിസാണ്? ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഔട്ട്പുട്ട് ബേസിസിലായിരിക്കും. നമ്മൾ നേരത്തെ കണ്ട ഹാൾസി പ്ലാനും റോവൻ പ്ലാനും ടൈം ബേസിസിലാണ്. ടൈലർ പ്ലാൻ ക്വാണ്ടിറ്റി ബേസിസിലാണ്. ദെൻ മെറിക് ഡിഫറൻഷ്യൽ ഓർ മൾട്ടിപ്പിൾ പീസ് റേറ്റ് പ്ലാൻ. ഇതും എന്താ പറയുക, പീസ് റേറ്റ് പ്ലാനാണ്. പീസ് റേറ്റ് മീൻസ് ക്വാണ്ടിറ്റി. ഇത്ര പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ക്യാഷ് കിട്ടും. അതായത് ഫോർ എക്സാമ്പിൾ 400 kg പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ക്യാഷ് കിട്ടും. 1000 kg പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ക്യാഷ് കിട്ടും. ലൈക്ക് നമ്മളിവിടെ മൂന്നായിട്ട് തിരിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ
modification of Taylor scheme only for the efficient one. This plan lays down 3 rates. One for the begins. ഒരു ബിഗിനേഴ്സ് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ അതിനെ ബിഗിനേഴ്സിന്റെ കൂട്ടത്തിൽ ഇടും. സെക്കൻഡ് കാറ്റഗറിയിൽ നമ്മൾ ഡെവലപ്പിംഗ് വർക്കേഴ്സിന് ഇടും. തേർഡ് കാറ്റഗറിയിൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് തേർഡ് കാറ്റഗറിയിലാണ് നമ്മൾ ഇടാം. ഓക്കെ, ദാറ്റ് ഈസ് മെറിറ്റ് ഡിഫറൻഷ്യൽ ഓർ മൾട്ടിപ്പിൾ പീസ് റേറ്റ് പ്ലാൻ. ദെൻ എമേഴ്സൻസ് എഫിഷ്യൻസി പ്ലാൻ, ഇത് ടൈം ബേസിസിലാണ്. അതായത് ഇത്ര മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ക്യാഷ് കിട്ടും. ദാറ്റ് ഈസ് എമേഴ്സൻസ് എഫിഷ്യൻസി പ്ലാൻ, ടൈം ബേസിസ് ആണ്. ദെൻ ടെക്നിക്സ് ഓഫ് HRM ഫോർകാസ്റ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് നിങ്ങൾ പ്രൊജക്ട്സിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റേഷ്യോ ഇതൊക്കെ സിമ്പിൾ ആണ്. മാർക്കോ അനാലിസിസ്, പ്രോബബിലിറ്റി മെട്രിക്സ് ആണ്. അതായത് പ്രോബബിലിറ്റി മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ജോബൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. മാർക്കോ അനാലിസിസ് പ്രകാരം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ജോബിൽ ഇത്ര ആൾക്കാർ വേണം, 6 ആൾക്കാർ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ വേണം, 6 ആൾക്കാർ പ്രോബബിലിറ്റിയാണ്, പ്രെഡിക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ 10 പേര് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ വേണം. ലൈക്ക് ദാറ്റ് പ്രെഡിക്ഷൻ, ട്രാൻസിഷൻ പ്രെഡിക്ഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് ആണ് മാർക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. റേഷ്യോ നമുക്കറിയാലോ, റേഷ്യോ സിമ്പിൾ ആണ്. റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട് ഇത്ര ലേബറിന് ഇത്ര മാനേജേഴ്സ്, ലൈക്ക് ദാറ്റ് റേഷ്യോ. ഓക്കെ, ദെൻ വർക്ക് സ്റ്റഡി മെത്തഡ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ മാനേജർ ജഡ്ജ്മെന്റ്, ഡെൽഫി മെത്തഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ റിസൾട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് സെൻഡ് ടു പാനൽ ഓഫ് എക്സ്പെർട്സ്. ഫോർ എക്സാമ്പിൾ ഒരു എക്സ്പേർട്സ് ഉണ്ടാവും, എക്സ്പേർട്ട് ഗ്രൂപ്പിനുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് അവർക്ക് എന്ത് ചെയ്യും, കുറച്ച് ക്വസ്റ്റ്യൻ രൂപത്തിൽ അയച്ചു കൊടുക്കും. അവരെന്ത് ചെയ്യും, അത് ഫില്ല് ചെയ്തിട്ട് തിരിച്ചു തരും. ഓക്കെ, ഒരു ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും തിരിച്ചു തരാം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ചില പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്ത് ചെയ്യും, പാനൽ ഓഫ് എക്സ്പേർട്സിന് അയച്ചു കൊടുക്കും. അവരെന്ത് ചെയ്യും, തിരിച്ച് അതിന്റെ സൊല്യൂഷൻ പറഞ്ഞുതരും. ഗ്രൂപ്പായി ഇരുന്നുകൊണ്ട് സൊല്യൂഷൻ പറഞ്ഞു തന്നെ ഡെൽഫി മെത്തേഡ് എന്ന് പറയും. മാനേജറിയൽ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്തിട്ട് അദ്ദേഹത്തെ പറയാണ് ഇന്ന രീതിയിൽ വർക്ക് ചെയ്യണം, ലൈക്ക് ദാറ്റ് മാനേജറിയൽ ജഡ്ജ്മെന്റ്. ദെൻ ലീഡർഷിപ്പ് തിയറീസ്, ഇതാണ് ലാസ്റ്റ് ടോപ്പിക്സ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ലാസ്റ്റ് ടോപ്പിക് ആണ് ലീഡർഷിപ്പ് തിയറീസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും 4 ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് തിയറി: ട്രെയ്റ്റ് തിയറി, ബിഹേവിയറൽ തിയറി, കണ്ടിജൻസി തിയറി, ട്രാൻസ്ഫോർമേഷണൽ തിയറി. ഓക്കെ, വിത്തിൻ 10 minutes ഐ വിൽ കംപ്ലീറ്റ് ഓൾ ദിസ് സെഷൻ. ഇന്നത്തെ ക്ലാസ് നമ്മളൊരു 10 minutes കൊണ്ട് 10 minute കൊണ്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യും. ട്രെയ്റ്റ് തിയറി നോക്കാം. ഞാനത് കുറച്ച് സ്പീഡിൽ പോകുന്നു എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് വീണ്ടും കാണാം. കാരണം നമ്മളിവിടെ ആവശ്യം എന്ന് വെച്ചാൽ നെറ്റ് എക്സാമിന് ആവശ്യം കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നെറ്റ് എക്സാമിൻ്റെ ആവശ്യം. അതായത് സിലബസ് വൈഡ് ആണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ പഠിച്ച് പോകാൻ എന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറച്ച് സ്ലോയിൽ പഠിച്ചാൽ മതി. ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നുന്നത് നിങ്ങൾ അന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് മെല്ലെ കേട്ട് വന്നാൽ മതി. ഓക്കെ, ദെൻ ട്രെയ്റ്റ് തിയറി നോക്കാം. ഒന്നാമത്തെ ട്രെയ്റ്റ് തിയറിയിൽ വരിക, ലീഡർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ ജെനറ്റിക് ക്യാരക്ടർ. അതായത് എനിക്ക് ജന്മനാ ഉള്ളൊരു കഴിവാണ്, ഒരു ലീഡർ ആവാൻ വേണ്ടി ജന്മനാ എനിക്ക് കഴിവുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി ട്രെയ്റ്റ് തിയറി. അതിനാണ് ട്രെയ്റ്റ് തിയറി എന്ന് പറയാം. ബിഹേവിയറൽ തിയറി എന്ന് പറഞ്ഞാൽ അതിൽ 4 തിയറീസ് ഉണ്ട്. മാനേജറിയൽ ഗ്രിഡ് തിയറി, കേർട്ട് ലിവിൻ സ്റ്റഡീസ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് അയോവ, ദെൻ ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡി, ദ യൂണിവേഴ്സിറ്റി ഓഫ് മിക്കിഗൻ സ്റ്റഡി. മാനേജറിയൽ ഗ്രിഡ് തിയറി എന്നാണ് നോക്കാം. മാനേജറിയൽ ഗ്രിഡ് തിയറി റോബർട്ട് ബ്ലേക്ക് എന്ന് പറഞ്ഞ വ്യക്തി ഡെവലപ്പ് ചെയ്തതാണ്. മാനേജറിയൽ ഗ്രിഡ് തിയറി, ലീഡർഷിപ്പ് ഗ്രിഡ് അല്ലെങ്കിൽ മാനേജറിയൽ ഗ്രിഡ് എന്നാണ് അതിനെ പറയാം. ഡെവലപ്ഡ് ബൈ റോബർട്ട് ബ്ലേക്ക് ആൻഡ് ജെയിൻ മൗട്ടൺ, ബേസ്ഡ് ഓൺ 2 ബിഹേവിയറൽ ഡയമെൻഷൻ: കൺസേൺ ഫോർ പീപ്പിൾ ആൻഡ് കൺസേൺ ഫോർ പ്രൊഡക്ഷൻ. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഇവിടെ ഞാനൊരു മെട്രിക്സ് രൂപത്തിൽ ഇവിടെ കൺസേൺ ഫോർ പീപ്പിൾ ഉണ്ട്, കൺസേൺ ഫോർ പ്രൊഡക്ഷൻ ഉണ്ട്. കൂടുതൽ പ്രൊഡക്ഷൻ നോക്കുന്ന വ്യക്തികളാണ് ഈ ഭാഗത്ത് വരിക. ഈ ഭാഗത്ത് കൂടുതലും ഹ്യൂമൻസിനെ നോക്കുന്ന വ്യക്തികളായിരിക്കും വരിക. ഓക്കെ, ശ്രദ്ധിക്കാം. കൺസേൺ ഫോർ പ്രൊഡക്ഷൻ ഇവിടെ ഇംപവറിഷ്ഡ്, അതോറിറ്റേറിയൻ, കൺട്രി ക്ലബ്ബ്, ടീം ലീഡർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നോക്കാം. ഇവിടെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് 1 2 3 4 5 6 7 8 9. ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് 1 2 3 4 5 6 7 8 9. ഇവിടെ ശ്രദ്ധിക്കാം, ഇംപവറിഷ്ഡ് ലീഡർഷിപ്പ് ആണെന്ന് വിചാരിക്കുക. ഇംപവറിഷ്ഡ് ലീഡർഷിപ്പിൽ ഇവിടെ 1-ലാണ്, ഇവിടെയും 1-ലാണ്. അതായത് കൺസേൺ ഫോർ പ്രൊഡക്ഷൻ 1 ആണ്. 1-ന് അർത്ഥം എന്താ, ലോ ആണ്. അതായത് പ്രൊഡക്ഷൻ കുറവാണ്, പീപ്പിളുമായിട്ടുള്ള റിലേഷൻഷിപ്പും കുറവാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, പൂവർ ലീഡർഷിപ്പ് സ്റ്റൈൽ അല്ലെങ്കിൽ ഇംപവറിഷ്ഡ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയാം. ഇംപവറിഷ്ഡ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പൂവർ ആണ്, ലീഡർഷിപ്പ് പൂവർ ആണ്. കുറച്ചുകൂടെ നമ്മൾ ഇംപ്രൂവ് ചെയ്യാനുണ്ട് എന്നാണ് ഇംപവറിഷ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ, കൺട്രി ക്ലബ് ലീഡർഷിപ്പ് നോക്കുക. കൺട്രി ക്ലബ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസേൺ ഫോർ പ്രൊഡക്ഷൻ, കൺട്രി ക്ലബ് എന്ന് പറയുമ്പോൾ കൺസേൺ ഫോർ പീപ്പിൾ 9-ലാണ് അല്ലെ നിൽക്കുന്നത്. കൺസേൺ ഫോർ പീപ്പിൾ 9-ലാണ് നിൽക്കുന്നത്. പക്ഷെ കൺസേൺ ഫോർ പ്രൊഡക്ഷൻ കുറവാണ്. ഓക്കെ, പീപ്പിൾ 9-ലാണ് നിൽക്കുന്നത്, പക്ഷെ പ്രൊഡക്ഷൻ 1-ലുമാണ് നിൽക്കുന്നത്. പീപ്പിൾ 9-ലുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം,
കൺട്രി ക്ലബ് ലീഡർഷിപ്പിൽ കൺസേൺ ഫോർ പീപ്പിൾ ആൻഡ് ലോ കൺസേൺ ഫോർ പ്രൊഡക്ഷൻ. യെസ്, പീപ്പിൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അതായത് നമ്മൾ എംപ്ലോയീസിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. പീപ്പിൾ 9-ലാണല്ലോ നിൽക്കുന്നത്, പക്ഷേ പ്രൊഡക്ഷൻ നമ്മൾ തീരെ പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യണമെന്നാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പ്രൊഡക്ഷൻ കൂട്ടാൻ പ്രൊഡക്ഷൻ 1-ലും ഇവിടെ ശ്രദ്ധിക്കുക, പ്രൊഡക്ഷൻ കൺട്രി ക്ലബ്ബ് നോക്കാം, പ്രൊഡക്ഷൻ 1-ലാണ് നിൽക്കുന്നത്. പ്രൊഡക്ഷൻ 1-ലാണ് നിൽക്കുന്നത്. ഓക്കെ, പിന്നെ പീപ്പിൾ 9-ലുമാണ് നിൽക്കുന്നത്. കൺട്രി ക്ലബ്ബിൽ പീപ്പിൾ 9-ലാണ് നിൽക്കുന്നത്, പ്രൊഡക്ഷൻ 1-ലുമാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ കുറവാണല്ലോ, പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പീപ്പിളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല ഹൈ ലെവലിലായതുകൊണ്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി ചെയ്യണം. പ്രൊഡക്ഷൻ 1-ലായതുകൊണ്ട് പ്രൊഡക്ഷൻ 9-ൽ എത്തിക്കാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. ടീം ലീഡർ രണ്ടും 9-9-ലാണ്. 9 പ്രൊഡക്ഷൻ 9-ആണ്, പീപ്പിൾ 9-ആണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നല്ലൊരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ടീം ലീഡർ എന്ന് പറയുന്നത്. ദെൻ നോക്കുക അതോറിറ്റേറിയൻ. അതോറിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ 9-ലാണ്. പ്രൊഡക്ഷൻ നോക്കുക, പ്രൊഡക്ഷൻ 9-ലാണ്, പീപ്പിൾ 1-ലാണ്. അതോറിറ്റേറിയൻ പീപ്പിൾ 1-ലാണ്. അപ്പോൾ പീപ്പിളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറവാണ്, പ്രൊഡക്ഷൻ കൂടുതലാണ് അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് സ്റ്റൈലിൽ. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടി രണ്ടും ടീം ലീഡറിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം നോക്കേണ്ടത്. എപ്പോഴും നമ്മൾ ടീം ലീഡറിൽ എത്തിക്കണം. ടീം ലീഡർ 9 ആയതുകൊണ്ട് 2 9-ആണ്, പീപ്പിൾ 9-ആണ്, പ്രൊഡക്ഷൻ 9-ആണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ് ടീം ലീഡറിൽ. അപ്പോൾ ഇവിടെ അതോറിറ്റേറിയനിൽ പ്രൊഡക്ഷൻ 9-ആണ്, പീപ്പിൾ 1-ആണ്. പീപ്പിളിനെ തീരെ കൺസിഡർ ചെയ്യാത്തൊരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് പിന്നെ അതോറിറ്റേറിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ചെയ്യണം, അത് ടീം ലീഡറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം. മിഡിൽ ഓഫ് ദ റോഡ് എന്ന് പറഞ്ഞാൽ രണ്ടും മിഡിലായിട്ട് പോകുന്നത്, 5-5-ലാണ് പോകുന്നത്. അതായത് പീപ്പിൾ 5-ആണ്, പ്രൊഡക്ഷൻ 5-ആണ്. അതാണ് മിഡിൽ ഓഫ് ദ റോഡ്. അതിൻ്റെ നടുഭാഗത്ത് കാണാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ. സിമ്പിളാണ്. ജസ്റ്റ് അപ്പോൾ നമ്പർ ഒന്ന് ഓർത്ത് വെച്ചാൽ 9119. ജസ്റ്റ് കേർട്ട് ലെവിൻ സ്റ്റഡീസ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് അയോവ. കേർട്ട് ലെവിൻ പറയുന്ന 3 ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈലാണ്: ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, ലേസസ് ഫെയർ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഓട്ടോക്രാറ്റിക് എന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ, സ്ട്രിക്റ്റ് ആയിട്ട് മറ്റുള്ളവരോട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ ഇന്ത്യൻ സംസ്കാരം എങ്ങനെയാണ്, ഡെമോക്രാറ്റിക് കൾച്ചറാണ്, ജനാധിപത്യ, അതായത് എംപ്ലോയീസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഡെമോക്രാറ്റിക് സ്റ്റൈൽ. ലേസസ് ഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എംപ്ലോയീസിന് കൂടുതൽ ഫ്രീഡം കൊടുക്കുന്ന ലീഡർഷിപ്പ് സ്റ്റൈലാണ് ലേസസ് ഫെയർ എന്ന് പറയുന്നത്. കൂടുതൽ ഫ്രീഡം കൊടുക്കും എംപ്ലോയീസിന്. ദെൻ ഒഹിയോ സ്റ്റേറ്റ് സ്റ്റഡീസിൽ നോക്കുക. ഒഹിയോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നടത്തിയ സ്റ്റഡിയിൽ പറയുന്ന കാര്യങ്ങൾ, ദർ ആർ 2 ക്രിട്ടിക്കൽ ഡയമെൻഷൻസ് ഓഫ് ലീഡർഷിപ്പ്. 2 കാര്യങ്ങളാണ് ലീഡർഷിപ്പിലുള്ളതെന്നാണ് പറയുന്നത്. 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് കൺസിഡറേഷൻ, മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആളായിരിക്കണം. ദെൻ ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ, ഒരു വെൽ ഡിഫൈൻഡ് സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ആളായിരിക്കണം. അതായത് ജോലിയൊക്കെ കറക്റ്റായിട്ട് ഇന്നയാൾ ചെയ്യണം, ഇന്നയാൾ ഈ വർക്കൊക്കെ ചെയ്യണം, ഇന്നയാൾക്ക് ഇന്ന പവർ കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം. കൺസിഡറേഷൻ, ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചറുമാണ് 2 കാര്യങ്ങൾ പറഞ്ഞത്. ദെൻ യൂണിവേഴ്സിറ്റി ഓഫ് മിക്കിഗൻ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ സ്റ്റഡി പ്രകാരം പിന്നെ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്: എംപ്ലോയി ഓറിയന്റഡ്, പ്രൊഡക്ഷൻ ഓറിയന്റഡ്. എംപ്ലോയീസിനെ നോക്കണം, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ, ഉൽപ്പാദനവും നമ്മൾ നോക്കണം. 2 രീതിയിൽ നോക്കിയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്നുകിൽ എംപ്ലോയീസ് ഓറിയന്റഡും ആയിരിക്കണം, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഓറിയന്റഡും ആയിരിക്കണം. ഓക്കെ, ദെൻ കണ്ടിജൻസി തിയറി, 3ാമത്തെ ടൈപ്പ് തിയറിയാണ് കണ്ടിജൻസി തിയറി. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ലീഡർഷിപ്പ് ഒന്നുകൂടെ വരാം. ഓക്കെ, ഫസ്റ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഏതായിരുന്നു? ശ്രദ്ധിക്കാം. ഫസ്റ്റ് തിയറി നമ്മൾ ട്രേഡ് തിയറി വന്നു. ദെൻ ബിഹേവിയറൽ തിയറി വന്നു. ദെൻ തേർഡ് തിയറിയാണ് കണ്ടിജൻസി തിയറി. ബിഹേവിയറൽ തിയറിയിൽ ഏതൊക്കെ? മാനേജറിയൽ ഗ്രിഡ് തിയറി, കേർട്ട് ലെവിൻ സ്റ്റഡീസ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് അയോവ, ദെൻ ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡി, ദ യൂണിവേഴ്സിറ്റി ഓഫ് മിക്കിഗൻ സ്റ്റഡീസ്. ദെൻ തേർഡ് വൺ കണ്ടിജൻസി തിയറിയാണ്. ഇനി നമുക്ക് കണ്ടിജൻസി തിയറിയാണ് നോക്കാനുള്ളത്. കണ്ടിജൻസി തിയറി മീൻസ് സിറ്റുവേഷണൽ തിയറിയാണ്. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. സിറ്റുവേഷൻ അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് പോകുകയാണെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് പോകാൻ വേണ്ടി പറ്റും. അതേസമയം നമ്മൾ മരിച്ചൊരു വീട്ടിലാണ് പോകുന്നതെങ്കിലോ നമുക്ക് അധികം എന്താ പറയാൻ വേണ്ടി പറ്റും, ഒരു ഇമോഷണൽ ആസ്പെക്റ്റ് ആയിരിക്കും. അതായത് നമ്മളൊരു ഇമോഷണലി എന്താ പറയുക ഒന്ന് തളർന്നു നിൽക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓരോ രീതിക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും ഓരോ രീതിയിലായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ തിയറിയാണ് ഫീൽഡ് ലേസ് കണ്ടിജൻസി മോഡൽ പ്രകാരം പ്രൊഫസർ ഫ്രെഡ് ഇ ഫീൽഡ്ലർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. നോക്കുക, ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ സ്കെയിൽ. അതായത് നമ്മൾ ഒരു സ്കെയിൽ പ്രകാരം, സ്കെയിലാണ് കേട്ടോ, സ്കെയിൽ. ഓക്കെ, SCALE ആണ്. അത് പ്രകാരം നമ്മളൊരു സ്കെയിൽ വെക്കുകയാണ്. ഫ്രണ്ട്ലി,
അതേപോലെ തന്നെ ലീസ്റ്റ് ഫ്രണ്ട്ലി, ഫ്രണ്ട് കുറവാണ്, അതേപോലെ തന്നെ മോസ്റ്റ് ഫ്രണ്ട്ലി, അങ്ങനെ ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്താമെന്ന് വിചാരിക്കാം. അപ്പം ഞാനിപ്പോൾ എൻ്റെത് ഞാൻ നന്നായിട്ട് മിണ്ടുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഫ്രണ്ട്ലി കാറ്റഗറിയിൽ ഉൾപ്പെടും. അങ്ങനെ ഓരോ സ്കെയിൽ വെച്ച് നമ്മൾ എംപ്ലോയീസിനെ അളക്കുകയാണെങ്കിൽ അതിനാണ് ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ സ്കെയിൽ എന്ന് പറയാം. അതേപോലെ തന്നെ അതൊരു കാറ്റഗറിയാണ്. ഫീൽഡർ പറഞ്ഞൊരു കാറ്റഗറിയാണ്. നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഫ്രണ്ട്ലി, ഹെൽപ്ഫുൾ, ചിയർഫുൾ അങ്ങനെ ആയിട്ട് നമ്മൾ, അല്ലെങ്കിൽ നെഗറ്റീവ് ആസ്പെക്ട് ആണെങ്കിൽ അൺഫ്രണ്ട്ലി, അൺഹെൽപ്ഫുൾ, അങ്ങനെ ഒരു സ്കെയിൽ വെച്ച് നമ്മൾ അളക്കുകയാണെങ്കിൽ ആണെന്ന് പറയാം ലീസ്റ്റ് പ്രിഫേർഡ് കോവർക്കർ സ്കെയിൽ എന്ന് പറയാം. ദെൻ സിറ്റുവേഷണൽ ഫേവറബിൾനെസ്, രണ്ടാമത്തെ പോയിന്റാണ് സിറ്റുവേഷണൽ ഫേവറബിൾനെസ്. സിറ്റുവേഷണൽ ഫേവറബിൾനെസ് മീൻസ് സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യാനുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുക. അതിനാദ്യം എന്താ, റിലേഷൻഷിപ്പ് ഉണ്ടാവണം, ലീഡർ മെമ്പർ റിലേഷൻഷിപ്പ് ഉണ്ടാവണം, ഒരു ടാസ്ക് കൊടുക്കണം, അതേപോലെ തന്നെ ലീഡർ പൊസിഷൻ, ലീഡർ പവർ ഉപയോഗിക്കണം. നീ ആ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രമേ അദ്ദേഹം അത് ചെയ്യുള്ളൂ. ഓക്കെ, ആ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ 40,000 യൂണിറ്റ് നീ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നിർബന്ധമായി പറഞ്ഞാൽ ഒരു ടാർഗറ്റ് വെച്ചാൽ മാത്രമേ അവിടെ ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് പൊസിഷൻ പവർ എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ, ഫീൽഡർ തിയറിയിൽ തന്നെ മൂന്നാമത്തെ ഒരു പോയിന്റും കൂടിയുണ്ട്. ലീഡർ മാച്ച് ആൻഡ് മിസ്മാച്ച്. നല്ല ലീഡേഴ്സ് ആണോ മോശം ലീഡേഴ്സ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു തിയറിയാണ് ലീഡർ മാച്ച് ആൻഡ് മിസ്മാച്ചിൽ. ഫീൽഡറിന്റെ മൂന്നാമത്തെ പോയിന്റ്സിൽ പറയുന്നത് ലീഡർ മാച്ച് ആൻഡ് മിസ്മാച്ച്, നല്ല ലീഡറാണോ മോശം ലീഡറാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ് വെക്കണം എന്നാണ് പറയുന്നത്. ദെൻ ട്രൈ ഡയമെൻഷണൽ ലീഡർ എഫക്റ്റീവ്നെസ് മോഡൽ, ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ പോൾ ഹേഴ്സി ആൻഡ് കെന്നത്ത് പ്ലെഞ്ചർ. ദിസ് തിയറി ഹോൾസ് ആൻഡ് മാനേജേഴ്സ് മസ്റ്റ് യൂസ് ഡിഫറെന്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ. ഇവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പോൾ ഹേഴ്സി കെന്നത്ത് പ്ലെഞ്ചറും പറയുന്നത് സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യാൻ വേണ്ടി പഠിക്കണം, അത്ര മാത്രമേ പറയുള്ളൂ. സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യാൻ വേണ്ടി പഠിക്കണം, അത്ര മാത്രമേ ഉള്ളൂ കെന്നത്ത് പ്ലെഞ്ചർ ആൻഡ് പോൾ ഹേഴ്സി. Then leader member exchange theory developed by George B. Grant. ഇവിടെ പറയുന്നത് ലീഡർ മെമ്പർ എക്സ്ചേഞ്ച് തിയറി പ്രകാരം പറയുന്നത് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്. ഫോർ എക്സാമ്പിൾ ഗ്രൂപ്പിന്റെ ഉള്ളിൽ, അതായത് ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ളവരൊക്കെ നന്നായിട്ട് ബിഹേവ് ചെയ്യണം, റിലേഷൻഷിപ്പ് നല്ല റിലേഷൻഷിപ്പ് ഉള്ളവർ. ഒരു ഓർഗനൈസേഷനിൽ രണ്ട് രീതിയിലുള്ള ഒരു ക്ലാസ് റൂമിൽ രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. ഒന്ന് നന്നായിട്ട് മിണ്ടുന്നവരുണ്ടാവും, അവരൊക്കെയാണ് ഇൻ ഗ്രൂപ്പ് റിലേഷൻഷിപ്പിൽ വരിക. നന്നായിട്ട് സംസാരിക്കുന്നവർ, നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നവരൊക്കെയാണ് ഇൻ ഗ്രൂപ്പ് റിലേഷൻഷിപ്പിൽ വരിക. ഔട്ട് ഗ്രൂപ്പ് ആണെങ്കിലോ കുറവായിരിക്കും, റിലേഷൻഷിപ്പ് കുറവായിരിക്കും. റിലേഷൻഷിപ്പ് കുറവായിട്ടുള്ള ആൾക്കാരാണ് ഔട്ട് ഗ്രൂപ്പിൽ വരിക. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഫേസസ് ഒക്കെ ആവശ്യമില്ല, ഫേസസ് ഒക്കെ ഞാൻ അഡീഷണൽ ആയിട്ട് കൊടുത്തുന്നുള്ളൂ, വേണമെന്ന് വെച്ചാൽ വായിച്ച് നോക്കാം. ജസ്റ്റ് ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് കൺസെപ്റ്റ് ആണ് ലീഡർ മെമ്പർ എക്സ്ചേഞ്ച് തിയറിയിൽ വരിക. ഓക്കെ, LMX തിയറി എന്നാണ് ചിലപ്പോൾ പറയാം. ഫോർ എക്സാമ്പിൾ LMX തിയറി ഹൂ ഡെവലപ്ഡ്? George B. Grant. That's the question maybe asked. Then path goal theory. ഒരു ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പാത്ത്, അതായത് ഒരു ഗോൾ ഉണ്ടാവും അല്ലേ, ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പാത്ത് ഉണ്ടാവും, വഴി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നെറ്റ് എക്സാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വഴി ഉണ്ടാവും. കാരണം എങ്ങനെയാണ്, ആദ്യം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, ദെൻ നെക്സ്റ്റ്, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫൈനലി ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഗോൾ അച്ചീവ് ചെയ്യുക. ഒരു പാത്ത് വെച്ചിട്ടാണ് ഗോൾ അച്ചീവ് ചെയ്യുക. ദാറ്റ് ഈസ് ദിസ് തിയറി ഈസ് ഡെവലപ്ഡ് ബൈ റോബർട്ട് ഹൗസ്. ദെൻ ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡൽ, 3 പേരാണ് തിയറി ഡെവലപ്പ് ചെയ്തത്, ബ്രൂം, എട്ടൺ, ജാഗോ. ലീഡറും മെമ്പേഴ്സും ഒക്കെ ഒന്നിച്ച് ചേർന്നിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ലക്ഷ്യം അച്ചീവ് ചെയ്യണമെന്നാണ് ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡൽ എന്ന് പറയുന്നത്. ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡൽ, ദാറ്റ് ഈസ് ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡൽ. ലീഡർ ആൻഡ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡെസിഷൻ മേക്കിംഗ്, വർക്കേഴ്സും ലീഡറും ഒരുമിച്ച് നിന്നിട്ട്. ദെൻ മാക്സ് വെബറിന്റെ ബ്യൂറോക്രാറ്റിക് തിയറി കൂടെ നമുക്ക് പറയാനുണ്ട്, അതുകൂടെ പറഞ്ഞതിന് ശേഷം നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഇത് ലീഡർഷിപ്പ് തിയറിന്റെ ഉള്ളിൽ വരുന്നതല്ല, മാക്സ് വെബറിന്റെ ബ്യൂറോക്രാറ്റിക് തിയറി വേറെയാണ്. ലീഡർഷിപ്പ് തിയറിയിൽ പറയുന്ന കാര്യങ്ങളാണ്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ലീഡർഷിപ്പ് തിയറിയിൽ. ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് മാക്സ് വെബറിന്റെ ബ്യൂറോക്രാറ്റിക് തിയറി പറയാം. നെക്സ്റ്റ് വൺ ജസ്റ്റ് റിവൈസ് ചെയ്യാം. ജസ്റ്റ് ലീഡർഷിപ്പ് തിയറീസിൽ ഏതൊക്കെയാണ് വരാം? ട്രേഡ് തിയറി, ബിഹേവിയർ തിയറി, കണ്ടിജൻസി തിയറി, ട്രാൻസ്ഫോർമേഷണൽ തിയറി. ഓക്കെ, മെയിനായിട്ട് 3 തിയറിയാണ് കേട്ടോ വരിക. ട്രാൻസ്ഫോർമേഷണൽ നമുക്ക് ആവശ്യമില്ല, കണ്ടിജൻസി വരെ മതി. ട്രാൻസ്ഫോർമേഷണൽ മീൻസ് ഒരാളെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഒരു എംപ്ലോയിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒന്നും അറിയുന്നുണ്ടാവില്ല അല്ലേ, കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത്. പിന്നെ അവസാനം ഫൈനലി എന്ത് ചെയ്യും, അദ്ദേഹം നല്ലൊരു എംപ്ലോയി ആയി മാറും, ട്രെയിനിങ് ഒക്കെ കൊടുത്ത് പ്രോപ്പർ സെലക്ഷൻ ഒക്കെ കൊടുത്ത് അങ്ങനെ പ്രോപ്പർ അപ്പോയിൻമെന്റ് ഒക്കെ നടത്തി, അങ്ങനെ അതിനെയാണ് ട്രാൻസ്ഫോർമേഷണൽ തിയറി എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ആവശ്യമില്ലാത്ത തിയറിയാണ്. ട്രേഡ് തിയറി, ബിഹേവിയർ തിയറി, കണ്ടിജൻസി തിയറി, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ട്രേഡ് തിയറിയിൽ ജന്മന ഉണ്ടാവുന്ന കഴിവുകൾ. ബിഹേവിയർ തിയറിയിൽ ഏതൊക്കെ വരും? മാനേജർ ഗ്രിഡ് തിയറി, കേർട്ട് ലെവിൻ സ്റ്റഡീസ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് യോവ, ഓഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡി, ദ യൂണിവേഴ്സിറ്റി ഓഫ് മിച്ചിഗൻ സ്റ്റഡി.
ദെൻ മാനേജറിയൽ ഗ്രിഡ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ദെൻ കണ്ടിജൻസി തിയറിയിൽ എന്തൊക്കെയാണ് വരിക? ഫീൽഡ്ലെസ് കണ്ടിജൻസി മോഡൽ, ട്രൈ ഡയമെൻഷൻ ലീഡർ എഫക്റ്റീവ്നെസ് മോഡൽ, ലീഡർ മെമ്പർ എക്സ്ചേഞ്ച് തിയറി, പാത്ത് ഗോൾ തിയറി, ലീഡർ പാർട്ടിസിപ്പേഷൻ മോഡൽ. ഓക്കെ, ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ കണ്ടു അല്ലേ. ദെൻ മാക്സ് വെബറിന്റെ ബ്യൂറോക്രാറ്റിക് തിയറി. ബ്യൂറോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ്, ഫോർമൽ തിയറിയാണ് ബ്യൂറോക്രാറ്റിക് എന്ന് പറയുന്നത്. ഫോർമൽ തിയറിയാണ്. ഫോർമൽ എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിരിക്കണം, കറക്റ്റ് ടൈമിംഗ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഒക്കെ കറക്റ്റ് ടൈമിംഗ് പാറ്റേൺ ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണല്ലോ. ഇന്ന ടൈം വന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആ സർവീസ് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 10 മണിയാണെങ്കിൽ 10 മണിയാകുമ്പോൾ വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഓഫീസിലുള്ള ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് മുമ്പ് വന്നിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ വൈകുന്നേരം 4 മണിയാണെങ്കിൽ 4 മണിക്ക് മുമ്പ് വരണം, 4 മണിക്ക് ശേഷം വന്നിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ ലൈക്ക് അവിടെ ഒരു വെൽ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ദാറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ബ്യൂറോക്രാറ്റിക് തിയറി. വെൽ ഡിഫൈൻഡ് ലൈൻ ഓഫ് അതോറിറ്റി, സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഫെയർ സെലക്ഷൻ ആൻഡ് പ്രൊമോഷൻ ബേസ്ഡ് ഓൺ ക്വാളിഫിക്കേഷൻ. ഓക്കെ, നമ്മൾ ഒരാളെ ഇങ്ങനെയുള്ള സ്ട്രിക്റ്റ് റൂൾസിൽ എന്താ പറയുക, ഫോർമൽ സ്ട്രക്ചറിനെയാണ് മാക്സ് വെബറിന്റെ ബ്യൂറോക്രാറ്റിക് തിയറിയിൽ പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ബ്യൂറോക്രസി ലൈക്ക് ഇറ്റ്സ് എ മോസ്റ്റ് കോമൺ ലൈൻ ഓഫ് ഓർഗനൈസേഷൻ ഇസ് ഗവൺമെന്റ് ഓർഗനൈസേഷനിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ഫെയർ സെലക്ഷൻ ആയിരിക്കും. അവിടെ ഉണ്ടായിരുന്ന എംപ്ലോയീസിനൊക്കെ നമ്മൾ എക്സാം ഒക്കെ വെച്ച് സെലക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ദെൻ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ന്യൂ ബിസിനസ് സ്റ്റാർട്ടപ്പ്. പുതിയ ബിസിനസ് സ്റ്റാർട്ടപ്പിന് ഇത് സ്യൂട്ടബിൾ അല്ല, ബ്യൂറോക്രാറ്റിക് തിയറി സ്യൂട്ടബിൾ അല്ല. ഓക്കെ, ബ്യൂറോക്രാറ്റിക് മീൻസ് നമ്മുടെ ഗവൺമെന്റ് ഓർഗനൈസേഷനൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി, വെൽ സ്ട്രിക്റ്റ് ഓർഗനൈസേഷൻ ആയിരിക്കും. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ബ്യൂറോക്രാറ്റിക് തിയറി, പ്രോപ്പർ ഡിവിഷൻ ഓഫ് ലേബർ, വർക്കേഴ്സിന് ഓരോ കാര്യങ്ങളും വീതിച്ചു കൊടുക്കും. ഓക്കെ, ദെൻ അതോറിറ്റി ഹൈറാർച്ചി ഉണ്ടാവും, ഒരു അതോറിറ്റി ഉണ്ടാവും, ഒരു ഹെഡ് ഉണ്ടാവും. ആ ഹെഡ് അതിൻ്റെ താഴെയുള്ള എംപ്ലോയീസിനൊക്കെ നിയന്ത്രിക്കും. ദെൻ ഇംപേഴ്സണാലിറ്റി, പേഴ്സണൽ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവില്ല. അതിനെയാണ് ഇംപേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല, കാരണം വെൽ സ്ട്രിക്റ്റ് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവുക. ഫോർമൽ സെലക്ഷൻ, ഫോർമൽ റൂൾസ്, കരിയർ ഓറിയന്റേഷൻ. ദെൻ നോക്കുക, ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് ലീഡ്സ് ടു റെഡ് ടാപ്പിസം. ഫോർ എക്സാമ്പിൾ റെഡ് ടാപ്പിസം എന്ന് പറയുന്നത്, നമ്മളൊരു ഗവൺമെന്റ് ഓർഗനൈസേഷനിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ചിലപ്പോൾ ചില പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ചിലപ്പോൾ ലേറ്റ് ആയി പോകും, ഡിലേ ആയി പോകും സംടൈംസ്. ഓക്കെ, ഇതിനെയാണ് റെഡ് ടാപ്പിസം എന്ന് പറയാം. ഈ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് ഫോർമൽ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് അവിടെ റെഡ് ടാപ്പിസത്തിന് സാധ്യതയുണ്ട്, കാരണം ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ according to this theory, bureaucracy is based on systematic formation of any organization designed to ensure their efficiency and economic effectiveness. ഈ ഒരു പോയിന്റ്സ് കൂടെ പറയാൻ തോന്നുന്നു. ഇതുകൂടെ കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് നിർത്താം. ഓക്കെ, ട്രെയിനിങ്ങിൽ നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മാനേജ്മെന്റ് തിങ്കേഴ്സ് നോക്കാം. ലൂതർ ഗുള്ളിക്, ഹെൻറി ഫയോൾ, കൂൺസോ ഡൂണൽ. ലൂതർ ഗുള്ളിക്ക് ഡെവലപ്പ് ചെയ്ത കാര്യമാണ് പോസ്റ്റ് കോർബ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഇത് ഒരു വർഷം 2018 17 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പി മീൻസ് പ്ലാനിങ്, ഒ മീൻസ് ഓർഗനൈസിങ്, എസ് മീൻസ് സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബജറ്റിംഗ്. ഇതിന്റെ ഫുൾ ഫോംസ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്ത ആരാ? ലൂതർ ഗുള്ളിക് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബജറ്റിംഗ്. ഹെൻറി ഫയോൾ ഡെവലപ്പ് ചെയ്തത് ഏതൊക്കെയാണ്? പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കമാൻഡിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇത്രയും കാര്യങ്ങളാണ് ഹെൻറി ഫയോൾ ഡെവലപ്പ് ചെയ്തത്. കൂൺസ് ആൻഡ് ഓഡോണലോ പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. നമ്മൾ പഠിക്കുന്ന ഇതാണ് കേട്ടോ. നമ്മുടെ +1 ബുക്കിലൊക്കെ ഉള്ളത് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. അത് ഡെവലപ്പ് ചെയ്ത ആരാ? കൂൺസോ ഡോണലാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജോബ് ഫാമിലി, ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് കോഡ്. ജോബ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ജോബിന്, ഫോർ എക്സാമ്പിൾ പർച്ചേസ് ജോബ്, സെയിൽസ് ജോബ്, അങ്ങനെ ഗ്രൂപ്പ് ഓഫ് ജോബിനാണ് ജോബ് ഫാമിലി എന്ന് പറയാം. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് സിമിലർ ജോബാണ്, റിലേറ്റഡ് ജോബാണ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ തന്നെയാണെങ്കിൽ പർച്ചേസിങ് ജോബ്, അതേപോലെ തന്നെ സെയിൽസ് ജോബ്, അങ്ങനെ ഒരു എല്ലാം സിമിലർ നേച്ചറിലുള്ള ജോബിനെയാണ് നമ്മൾ എന്താ പറയുക ജോബ് ഫാമിലി എന്ന് പറയുക. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന റെസ്പോൺസിബിലിറ്റി ഒക്കെ നിങ്ങൾ ചെയ്യണം. അതേപോലെ തന്നെ ജോബിൽ പറയാണ് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ 10 മണിക്ക് വരണം. അതേപോലെ തന്നെ 10 മണിക്ക് വന്നിട്ട് ഒരു ഡേ 4 മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ 4 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ 400 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ ലൈക്ക് ദാറ്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ, റെസ്പോൺസിബിലിറ്റി, നിങ്ങൾക്ക് ഇന്ന റെസ്പോൺസിബിലിറ്റിയും ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിനാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം. ഓക്കെ, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം. ദെൻ അതേപോലെ തന്നെ ജോബ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ, ജോബ് ചെയ്യുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ, ഇത്ര വിദ്യാഭ്യാസം ഉണ്ടാവണം, M.Com വരെ പഠിച്ചിട്ടുണ്ടാവണം, നെറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം, അങ്ങനെ ലൈക്ക് ജോബ് സ്പെസിഫിക്കേഷൻ. ഇത് ഞാൻ കൊടുത്തിട്ടില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റീസ് ഒക്കെയാണ് വരിക, നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെയാണ് ജോബ് സ്പെസിഫിക്കേഷനിൽ വരിക. ജോബ് കോഡ് യൂസസ് നമ്പേഴ്സ്, ലെറ്റേഴ്സ് ഓർ ബോത്ത് ടു പ്രൊവൈഡ് ക്വിക്ക് സമ്മറി. അതായത് നമുക്ക് പെട്ടെന്ന് ഒരുപാട് ജോബ്സ് ഉള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് വിചാരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന് ഞാൻ 1 എന്ന് നമ്പർ കൊടുത്തു, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് 2 എന്ന് നമ്പർ കൊടുത്തു. അങ്ങനെ പെട്ടെന്ന് നമ്പർ കൊടുത്ത്, അതായത് കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ജോബ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാണ് ജോബ് കോഡ് എന്ന് പറയാം. ഓക്കെ,
ദിസ് വൺ ഓൾസോ ബി ഇമ്പോർട്ടൻറ്റ്. ജോബ് ഫാമിലി, ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് കോഡ്. ദെൻ മാനേജ്മെന്റ് തിങ്കേഴ്സും അവർ ഡെവലപ്പ് ചെയ്ത ഐഡിയാസും നോക്കാം. ഓക്കെ, ട്രെയിനിങ് മുതൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പം നിങ്ങൾ നെറ്റ് എക്സാമിന് പഠിക്കേണ്ട ഒരു ഘടകം മനസ്സിലാക്കിയിട്ടുണ്ടാവും. വളരെ ഡീപ്പായിട്ടാണ് പഠിക്കാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സമയമെടുത്ത് പഠിച്ചാൽ മതി. ഒരുപാട് സമയമെടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, എനിവേ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.